നമസ്കാരം. തെറ്റിദ്ധരിക്കരുത്, നമ്മൾ മണിക്കൂറുകൾക്ക് മുമ്പ് അപ്ലോഡ് ചെയ്ത മഡഗാസ്കർ എന്ന് പറഞ്ഞ ആ ഒരു സീരീസിൻ്റെ ആദ്യത്തെ ഭാഗം തന്നെയാണ് റീ അപ്ലോഡ് ചെയ്തതാണ്. അതിൽ ആദ്യത്തെ ഭാഗത്ത് കുറച്ച് മിസ്റ്റേക്കുകൾ ഉണ്ടായിരുന്നു, കുറച്ച് എഡിറ്റിംഗ് എറേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് മാറ്റിയെടുത്തിട്ട് വീണ്ടും ഒന്നുകൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതേ വീഡിയോ തന്നെയാണ് ആ ഒരു സീരീസിൻ്റെ, മഡഗാസ്കർ എന്ന് പറഞ്ഞ ആ ഒരു സീരീസിൻ്റെ ആദ്യത്തെ ഭാഗം തന്നെയാണ് ഇത്. അന്നത്തെ ദിവസം നല്ല കാറ്റും മഴയും ഉണ്ടായിരുന്നു. പായ്മരത്തിലെ നിരീക്ഷണ മേടയിൽ ഇരുന്നു കൊണ്ട് ഞാൻ തണുത്തു വിറച്ചു. കപ്പലിന്റെ ഉള്ളിൽ കാൽ ഭാഗത്തിലേറെ കടൽ ജലം കയറിക്കഴിഞ്ഞു. സകലരും ഭയന്ന് വിറച്ചിരിക്കുകയാണ്. തങ്ങളുടെ വിധിയെക്കുറിച്ച് ഓർത്ത് പലരും സ്വയം ശപിച്ചും പ്രാർത്ഥിച്ചും സമയം തള്ളി നീക്കി. ഏറ്റവും അടുത്തുള്ള കരയിലേക്ക് കപ്പൽ അടുപ്പിച്ചേ മതിയാവൂ. പെട്ടെന്ന് അകലെ മൂടൽ മഞ്ഞിന്റെ ഇടയിലൂടെ ഞാൻ ആ കാഴ്ച കണ്ടു. 1730 ലണ്ടനിലെ ബിർച്ചിൻ ലെയിനിലെ ഓൾഡ് ടോംസ് കോഫി ഹൗസാണ് രംഗം. കുറച്ച് ആളുകളുടെ നടുവിലിരുന്നുകൊണ്ട് ഒരാൾ പഴയ കപ്പൽ കഥകൾ തട്ടിവിടുകയാണ്. ഒട്ടേറെ യാത്രകൾ ചെയ്തിട്ടുള്ള ആളാണ് അതെന്ന് മുഖം കണ്ടാൽ തന്നെ നമുക്കറിയാം. ആരാണ് അയാൾ? കോഫി ഹൗസിലേക്ക് പുതുതായിട്ട് എത്തിയ ഒരു സന്ദർശകൻ ആളുകളോട് ചോദിച്ചു. അത് റോബിൻ എന്ന റോബർട്ട് ഡ്രൂറിയാണ്, പഴയൊരു നാവികൻ. ഇയാൾ പണ്ട് ആഫ്രിക്കയിൽ എവിടെയോ ആയിരുന്നു. അടുത്തു കൂടിയാൽ രസമുള്ള കഥകൾ കേൾക്കാം, ശരിയാണോന്നൊന്നും ചോദിക്കരുത്. ചിരിച്ചുകൊണ്ട് അടുത്ത ടേബിളിൽ ഇരുന്നയാൾ മറുപടി പറഞ്ഞു. പക്ഷെ ഈ സമയത്തും റോബിന് കഥ തുടരുകയായിരുന്നു. മുങ്ങിയ കപ്പലിൽ നിന്നും അവസാനം തോണിയിലേക്ക് കാലെടുത്ത് വെച്ചത് ക്യാപ്റ്റനായിരുന്നു. കയ്യിൽ മുറുകെ പിടിച്ചിരുന്ന പെട്ടിയിൽ ഉണ്ടായിരുന്നത് സൂക്ഷിച്ചു വെച്ചിരുന്ന അദ്ദേഹത്തിന്റെ പിതാവിന്റെ ഹൃദയമായിരുന്നു. രാത്രിയായി തുടങ്ങി. ദൂരെ പലയിടങ്ങളിലും തീക്കുണ്ടങ്ങൾ എരിയുന്നുണ്ട്. അത് ദ്വീപിലെ നാട്ടുകാരാണോ അതോ ഇനി നരഭോജികൾ വല്ലതുമാണോ അറിയില്ല. കൃത്യം ഒരു വർഷം മുമ്പ് 1729 ഈ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്ന റോബർട്ട് ഡ്രൂറി തന്നെ എഴുതിയ ഒരു പുസ്തകത്തിലെ സംഭവങ്ങളാണ് അയാൾ ലണ്ടൻ നഗരത്തിലെ ഒരു കോഫി ഹൗസിൽ ഇരുന്നു കൊണ്ട് ആളുകളോട് പറയുന്നത്. പ്രശസ്തനായ ഡാനിയൽ ഡീഫോ റോബിൻസൺ ക്രൂസോ എഴുതി ആളുകളെ ത്രസിപ്പിച്ച് നിർത്തിയിരുന്ന ഒരു കാലഘട്ടമായിരുന്നതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മറ്റൊരു ബുക്കിന് കിട്ടേണ്ട പരിഗണനയൊക്കെ ഈ ഒരു പുസ്തകത്തിനും ലഭിച്ചിട്ടുണ്ടായിരുന്നു. 7ഓളം പതിപ്പുകൾ വരെ തുടർച്ചയായിട്ട് ഇറങ്ങിയ ശേഷമാണ് ഈ പുസ്തകത്തിന് തിരിച്ചടികൾ നേരിടേണ്ടി വന്നത്. മഡഗാസ്കർ ഓർ റോബർട്ട് ഡ്രൂറീസ് ജേർണൽ എന്ന ഈ പുസ്തകം അതിനു മുമ്പ് എഴുതപ്പെട്ട ഹിസ്റ്ററി ഓഫ് മഡഗാസ്കർ എന്ന പുസ്തകത്തിൽ നിന്നും കടം കൊണ്ടതാണ് എന്നായിരുന്നു പ്രധാന ആരോപണം. മഡഗാസ്കർ ഗവർണറായിരുന്ന എച്ചിയൻ ദെ ഫ്ലക്കോഫിന്റെ രചനയായിരുന്നു ഈ പറഞ്ഞ പുസ്തകം. റോബർട്ട് ഡ്രൂറിയുടെ ജേർണൽ പ്രസിദ്ധീകരിച്ചത് സാക്ഷാൽ ഡാനിയൽ ഡീഫോയുടെ ആ ഒരു റോബിൻസൺ ക്രൂസോ എന്ന് പറഞ്ഞ ആ നോവല് പ്രസിദ്ധീകരിച്ച അതേ പ്രസാധകർ തന്നെയായിരുന്നു. അതായിരുന്നു അടുത്ത പ്രശ്നം. റോബിൻസൺ ക്രൂസോ എഴുതിയ ഡാനിയൽ ഡീഫോ തന്നെയാണ് ഈ റോബർട്ട് ഡ്രൂറിയുടെ ജേർണൽ എഴുതിയത് എന്ന് ആളുകൾ ആരോപിച്ചു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മറ്റു കൃതികളായിട്ടുള്ള റോബിൻസൺ ക്രൂസോ ഇതുപോലെയൊക്കെയുള്ള വെറും സാങ്കല്പിക കഥ മാത്രമാണ് ഇതെന്ന് ആളുകൾ കരുതുവാൻ തുടങ്ങി. നമ്മുടെ ഇപ്പോൾ ഈ കഥ പറഞ്ഞുകൊണ്ടിരുന്ന റോബിൻ എന്ന റോബർട്ട് ഡ്രൂറി, ഇദ്ദേഹം മരിച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഈ ഒരു ഇത്തരം ആരോപണങ്ങളൊക്കെ ഉയർന്നു വന്നത്. അതുകൊണ്ട് തന്നെ അതിന് മറുപടി പറയാനായിട്ട് ആരും അക്കാലത്ത് ഉണ്ടായില്ല. അങ്ങനെ ഡാനിയൽ ഡീഫോയുടെ വെറും സാങ്കല്പിക കൃതി എന്ന നിലയിലേക്ക് നമ്മുടെ ഈ റോബർട്ട് ഡ്രൂറിയുടെ സ്വന്തം അനുഭവ കഥകൾ തരം താന്നു. ഒരു സാധാരണ സാഹിത്യകൃതിയായിട്ട് കാലത്തിന്റെ ചവിട്ടുകൊട്ടയിലേക്ക് എറിയപ്പെട്ട ഈ ഒരു പുസ്തകം പക്ഷേ 270 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഉയർത്തെഴുന്നേറ്റു. 1996 പുരാവസ്തു ഗവേഷകനായ മൈക്ക് പാർക്കർ പിയേഴ്സൺ ആണ് പുസ്തകത്തെ വീണ്ടും വെള്ളി വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നത്. റോബിന്റെ ബുക്കിൽ പറഞ്ഞിട്ടുള്ള സകല സ്ഥലങ്ങളിലൂടെയും സഞ്ചരിച്ച് തെളിവുകൾ ശേഖരിച്ച പിയേഴ്സൺ ഒടുവിൽ അക്കാര്യം സ്ഥിരീകരിച്ചു. റോബർട്ട് ഡ്രൂറി പറഞ്ഞതൊക്കെയും സത്യമാണ്, വാസ്തവമാണ്. പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളതെല്ലാം യഥാർത്ഥത്തിൽ നടന്നതുമാണ്. അവസാനം റോബിൻ എന്ന റോബർട്ട് ഡ്രൂറി സഞ്ചരിച്ചിരുന്ന കപ്പലിന്റെ അവശിഷ്ടങ്ങൾ കൂടി കണ്ടെടുത്തതോടെ ഡാനിയൽ ഡീഫോയുടെ പ്രേതം റോബിനെ വിട്ടൊഴിഞ്ഞു. വെറും 17ാമത്തെ വയസ്സിൽ ആഫ്രിക്കയിലെ മഡഗാസ്കർ ദ്വീപിൽ അകപ്പെട്ടു പോയ റോബിൻ എന്ന റോബർട്ട് ഡ്രൂറിയുടെ കഥ ഇനി നിങ്ങൾക്കും കേൾക്കാം. വെൽക്കം ബാക്ക് ടു ഹിസ്റ്ററീസ്. നിങ്ങളുടെ പണം 100% സുരക്ഷിതമായിട്ട് വളർത്തുവാനുള്ള ഒരു അവസരത്തെക്കുറിച്ച് 1 മിനിറ്റ് കേൾക്കുവാനായിട്ട് നിങ്ങൾ തയ്യാറാകുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇന്ത്യയിലെ ഇൻഷുറൻസ് രംഗത്തെ പ്രമുഖ കമ്പനികളിലൊന്നായ ബജാജ് അലിയൻസ് ലൈഫാണ് ഈ അവസരം നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നത്. അവരുടെ NFO നിഫ്റ്റി 500 മൾട്ടി ഫാക്ടർ 50 ഇൻഡെക്സ് ഫണ്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ NFOയിൽ ക്യാപിറ്റൽ ഗ്യാരണ്ടീഡ് ആയി, അതായത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണം മച്യൂരിറ്റിയിൽ 1 രൂപ പോലും നഷ്ടപ്പെടാതെ ഇൻവെസ്റ്റ് ചെയ്യാം. ഈ NFOയുടെ ഇൻഡെക്സ് തുടക്കകാലം മുതൽക്ക് 21% കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റും കഴിഞ്ഞ 5 വർഷത്തിൽ 31.3% CAGR റിട്ടേൺസും നൽകിയിട്ടുണ്ട്. തീർച്ചയായും കഴിഞ്ഞ വർഷങ്ങളിൽ ബാങ്കുകൾ നൽകുന്നതിനേക്കാൾ കൂടുതൽ പല മടങ്ങ് റിട്ടേൺ ഈ ഒരു ഇൻഡെക്സ് നൽകിയിട്ടുണ്ട്. ഇതേ ഇൻഡെക്സിനെ തന്നെയാണ് ബജാജ് അലിയൻസ് ലൈഫ് റിപ്ലിക്കേറ്റ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഈ ജൂലൈ 14 തീയതി വരെ മാത്രമേ ഈ NFOയിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അവസരമുള്ളൂ. അതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ഈ NFOയിൽ നമുക്ക് 2000 രൂപയിൽ തുടങ്ങി എത്ര വലിയ തുക വേണമെങ്കിലും നിക്ഷേപിക്കാം. NAV 10 രൂപയാണ്. കൂടാതെ നിങ്ങൾ അടയ്ക്കുന്ന മാസ പ്രീമിയത്തിന് 120 മടങ്ങ് വരുന്ന ലൈഫ് കവറും നിങ്ങൾക്ക് ലഭിക്കും. വർഷാവർഷം 2.5 ലക്ഷം രൂപ വരെ നിക്ഷേപിച്ചാലും
കിട്ടുന്ന ലാഭത്തിന് ടാക്സ് അടയ്ക്കേണ്ടതില്ല. അതുപോലെ തന്നെ പ്രവാസികൾ മാസം 18,000 രൂപ വെച്ച് നിക്ഷേപിച്ചാൽ 2 കോടിയുടെ റിട്ടേൺ സാധ്യതയും ഇവിടെ പറയുന്നുണ്ട്. പിന്നെ മറക്കേണ്ട, ഈ NFOയിൽ നിക്ഷേപിക്കാനുള്ള അവസാന തീയതി ജൂലൈ 14 അതുകൊണ്ട് അവസാന നിമിഷം വരെ കാത്തു നിൽക്കാതെ കാര്യങ്ങൾ ഇപ്പോൾ തന്നെ ചെക്ക് ചെയ്യുക. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും കൊടുത്തിരിക്കുന്ന ലിങ്കിൽ കയറിയാൽ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുവാനും കോൾ ബാക്ക് റിക്വസ്റ്റ് കൊടുത്താൽ മലയാളത്തിൽ തന്നെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യുവാനും സാധിക്കും. അതല്ലെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന QR കോഡ് സ്കാൻ ചെയ്താലും മതി. ഏതാണ്ട് 300 വർഷങ്ങൾക്ക് മുമ്പ് 1687 ജൂലൈ 24 ലണ്ടനിലാണ് റോബർട്ട് ഡ്രൂറി ജനിച്ചത്. അത്യാവശ്യം സമ്പത്തുണ്ടായിരുന്ന തരക്കേടില്ലാത്ത കുടുംബമായിരുന്നു ഇദ്ദേഹത്തിൻ്റെത്. കുറച്ചു കാലം കഴിഞ്ഞിട്ട് അവർ പട്ടണം വിട്ടിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് മാറി താമസിച്ചു. മീശ കിളിർക്കാത്ത നമ്മുടെ ഈ ഡ്രൂറിയെ അപ്പന്, അദ്ദേഹത്തിന്റെ അച്ഛൻ പലപ്പോഴും പലതും പഠിപ്പിക്കുവാനായിട്ട് നോക്കി. ചരിത്രം, സയൻസ്, ഭൂമിശാസ്ത്രം, വ്യാപാരം, അങ്ങനെ പലതും. പക്ഷേ അവൻ്റെ ആ പേട്ട് തലയിൽ ആകെ ഒരേ ഒരു ജ്വരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കപ്പലിൽ കയറണം, കടലിൽ പോകണം, ലോകം കാണണം. സമുദ്രം, കടൽ, ഇതിനോടൊന്നും അല്ലാതെ മറ്റൊന്നിനോടും അവന് താല്പര്യം ഉണ്ടായിരുന്നില്ല. അവൻ്റെ അമ്മ റോബിൻ്റെ മുന്നിൽ മുട്ടുകൂത്തി നിന്ന് കടലിൽ പോകരുത് എന്ന് യാചിച്ചിട്ട് പോലും ഈ റോബിൻ്റെ തീരുമാനത്തിന് മാറ്റം ഉണ്ടായിരുന്നില്ല. അങ്ങനെ തീർത്തും വശം കെട്ടുപോയ ഈ മാതാപിതാക്കൾ അവസാനം ഒരു തന്ത്രം മെനഞ്ഞെടുത്തു. അത്യാവശ്യം നല്ലൊരു കടൽ യാത്ര ഈ മകന്, ഈ റോബിന് തരപ്പെടുത്തി അങ്ങ് കൊടുക്കുക. ഒന്ന് പോയി വന്നു കഴിയുമ്പോഴേക്കും അവൻ്റെ സകല വിഷമങ്ങളും മാറിക്കൊള്ളും. ഇതായിരുന്നു അവരുടെ ധാരണ. ഈ വിവരം അറിഞ്ഞതും ഈ കൊച്ചു റോബിൻ കിടന്ന് തുള്ളിച്ചാടി. പക്ഷെ എങ്ങോട്ട് പോകണം എന്നുള്ള കാര്യത്തിൽ അവന് ആശയക്കുഴപ്പം ലേശമില്ലായിരുന്നു. കാരണം ആ ലക്ഷ്യം അവൻ നേരത്തെ തന്നെ മനസ്സിൽ ഉറപ്പിച്ച് വെച്ചിരുന്നതാണ്: ഇന്ത്യ. ബംഗാളിൽ റോബിന്റെ ബന്ധു ജോൺ സ്റ്റീല് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ ജോലി എടുക്കുന്നുണ്ടായിരുന്നു. അവിടെ പോയിട്ട് ജോണിനെയും ഇന്ത്യയെയും ഒക്കെ കണ്ടിട്ട് മടങ്ങി വരാം. ഇതായിരുന്നു ഇദ്ദേഹത്തിന്റെ, നമ്മുടെ ഈ റോബിന്റെ ഉദ്ദേശം. നല്ലവനായ റോബിന്റെ പിതാവ് മകന് വേണ്ടുന്ന സകല ഒരുക്കങ്ങളും ചെയ്തു കൊടുക്കുകയും ചെയ്തു. ക്യാപ്റ്റൻ വില്യം യങ്ങിന്റെ കീഴിലുണ്ടായിരുന്ന അത്യാവശ്യം നല്ല കപ്പലായിരുന്ന ഡീഗ്രേവ് ആണ് അദ്ദേഹം മകന് വേണ്ടി ബുക്ക് ചെയ്തത്. 700 ടൺ കേവ് ഭാരമുണ്ടായിരുന്ന ആ കപ്പലിൽ സദാസജ്ജമായ 50-ലധികം പീരങ്കികളും ഉണ്ടായിരുന്നു. ഏറ്റവും വലിയ അത്ഭുതം, യാത്ര തുടങ്ങുമ്പോൾ ഡ്രൂറിക്ക് വെറും 13 വയസ്സ് മാത്രമായിരുന്നു പ്രായം എന്നതാണ്. അങ്ങനെ 1701 ഫെബ്രുവരി 9 റോബർട്ട് ഡ്രൂറിയും വഹിച്ചുകൊണ്ട് ഡീഗ്രേവ് തുറമുഖം വിട്ട് യാത്ര തുടങ്ങി. അങ്ങനെ 3 മാസങ്ങളും 20 ദിവസങ്ങളും കഴിഞ്ഞപ്പോഴേക്കും കപ്പല് നമ്മുടെ മദ്രാസിലെ സെന്റ് ജോർജ് കോട്ടയിൽ എത്തിച്ചേർന്നു. 1644 ഇംഗ്ലീഷുകാർ ഇന്ത്യയിൽ ഏറ്റവും ആദ്യം സ്ഥാപിച്ച കോട്ടയാണ് സെയിന്റ് ജോർജ്. വൈകുന്നേരമാണ് കപ്പല് തീരത്തിന് കുറച്ച് മാറി ഒരിടത്ത് നങ്കൂരിട്ടത്. ഇതിനു മുമ്പ് ഒരാഴ്ച കനേറി ദ്വീപുകളിൽ തങ്ങേണ്ടി വന്നതുകൊണ്ടാണ് ഇവിടെ എത്തിച്ചേരുവാൻ വേണ്ടിയിട്ട് ഇവർക്ക് ഇത്രയും താമസം ഉണ്ടായത്. ഇവരുടെ ഈ കപ്പലിൽ, അതായത് ഡീഗ്രേവ് എന്ന് പറഞ്ഞ ഈ ഒരു കപ്പലിൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്ന ലാപ്പി എന്ന് പറഞ്ഞ പേരുള്ള ഒരു രത്ന വ്യാപാരിയും അദ്ദേഹത്തിന്റെ മകനും ഈ മദ്രാസിൽ ഇറങ്ങിപ്പോകാനായിരുന്നു അവരുടെ പദ്ധതി. ഇനിയുള്ള കാലം ഈ ഒരു നാട്ടിൽ ജീവിക്കണം എന്നായിരുന്നു ഇദ്ദേഹത്തിൻ്റെയും മകൻ്റെയും ആഗ്രഹം. സത്യത്തിൽ എന്ത് സുഖം പകരുന്ന ഒരു അനുഭവമായിരിക്കും അത് എന്നൊന്ന് ആലോചിച്ച് നോക്കുക. നീണ്ട സമുദ്രയാത്രക്കൊടുവിൽ കപ്പൽ സുരക്ഷിതമായിട്ട് തങ്ങൾക്ക് എവിടെയാണോ ഇറങ്ങേണ്ടത് ആ ഒരു തുറമുഖത്ത് എത്തിച്ചേരുക, അവിടെ നങ്കൂരി വിടുക. അന്നത്തെ കാലത്ത് ഇത്തരം പായ് കപ്പലുകളിൽ ദീർഘദൂരം പറഞ്ഞ സമയത്ത് അല്ലെങ്കിൽ ജീവനോടെ തന്നെ എത്തിച്ചേരുക എന്നത് വലിയ അത്ഭുതം തന്നെയാണ്. അപ്പം വലിയ ആശ്വാസമാണ് ഈ രത്ന വ്യാപാരിക്കും മകനും ഇപ്പോഴും ഉള്ളത്. എന്തെല്ലാം പ്രതീക്ഷകളോടെ ആവാം അവർ ആ കപ്പൽ വിട്ടിട്ട് കരയിലേക്ക് പോകുവാനായിട്ട് ബോട്ടിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവുക. പക്ഷെ അപ്പോഴേക്കും ഇനിയും ദീർഘദൂരം യാത്ര ചെയ്യേണ്ടുന്ന കപ്പലിൽ ബാക്കിയുണ്ടായിരുന്ന ആളുകളുടെ മാനസികാവസ്ഥ കൂടി ഒന്ന് ഓർത്തു നോക്കണം. എന്തൊക്കെ അനുഭവങ്ങളായിരിക്കും ഇനി അവരെയും കാത്ത് ഇരിക്കുന്നത്. പക്ഷെ കാലത്തിന്റെ തീരുമാനം മറ്റൊന്നായിരുന്നു. പിറ്റേന്ന് കാലത്ത് തന്നെ ലാപ്പിയുടെയും മകന്റെയും സാധനങ്ങളും അവരും പിന്നെ അവരുടെ പാചകക്കാരൻ, പിന്നെ പരിചാരകർ, ഇങ്ങനെ ഉൾപ്പെടുന്ന ഒരു സംഘം ആളുകൾ ചെങ്ങാടത്തിൽ കയറിയിട്ട് കപ്പലിൽ നിന്നും ഈ കരയിലേക്ക് യാത്ര പോകാനായിട്ട് തുടങ്ങി. അവരെ കരയിൽ കൊണ്ട് ഇറക്കി വിട്ടിട്ട് തിരിച്ചു വരുവാൻ വേണ്ടിയിട്ട് കപ്പലിലെ നാവികർ കുറച്ച് പേരും ഈ ഒരു റാഫ്റ്റിൽ ഈ പറഞ്ഞ ചെങ്ങാടത്തിൽ കയറിയിട്ടുണ്ടായിരുന്നു. കരയിൽ നിന്നും 7 മൈലോളം മാറി പുറംകടലിലാണ് നമ്മുടെ ഈ ഡീഗ്രേവ് കിടന്നിരുന്നത്. അതിനാൽ തന്നെ കൂട്ടുപോയവർ അടുത്ത ദിവസം മാത്രമേ മടങ്ങി വരാൻ സാധ്യതയുള്ളൂ. പക്ഷെ രാത്രി ഒരു 8 മണി കഴിഞ്ഞപ്പോഴേക്കും കടലിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് എവിടെ നോക്കിയോ എന്തോ നിലവിളി ശബ്ദങ്ങളൊക്കെ അകാരണമായിട്ട് ആൾക്കാർ കേൾക്കാനായിട്ട്, ഉച്ചത്തിൽ കേൾക്കാനായിട്ട് തുടങ്ങി. കാര്യം മനസ്സിലാവാതെ വിഭ്രാന്തിയോടെ ആളുകൾ 4 ദിക്കുകളിലേക്ക് നോക്കി. താമസിയാതെ തന്നെ കപ്പലിലെ ചില ആളുകൾ ആ ശബ്ദത്തിന്റെ ഉടമയെ തിരിച്ചറിഞ്ഞു. നമ്മൾ മുമ്പ് പറഞ്ഞ കരയിലേക്ക് പോയ രത്ന വ്യാപാരി ലാപ്പി, അദ്ദേഹത്തിന്റെ കുടുംബം, ആ പരിചാരകർ, ആ ഒരു സംഘത്തിന്റെ കൂടെ ഈ കരയിലേക്ക് പോയ നാവികർ, ആ സംഘത്തിലുണ്ടായിരുന്ന ജോസഫ് എന്ന് പറഞ്ഞ ഒരാളുടെ ശബ്ദമാണ് ഈ കേൾക്കുന്നത്. ഉടൻ തന്നെ നാവികർ എന്ത് ചെയ്തു? കുറച്ചുപേര് അതിവേഗം ഒരു ബോട്ട് ഇറക്കിയിട്ട് ശബ്ദം കേട്ട ദിക്ക് നോക്കി തുഴഞ്ഞു. ഒരു വലിയ പങ്കായ തുഴയിൽ വട്ടം ചുറ്റി പൊങ്ങിക്കിടന്നിരുന്ന ജോസഫിനെ ബോട്ടിലുണ്ടായിരുന്നവർ കണ്ടെത്തി രക്ഷിച്ച് കപ്പലിൽ തിരികെ എത്തിച്ചു. സത്യത്തിൽ എന്താണ് സംഭവിച്ചത്? ഈ ലാപ്പിയും കൂട്ടരും കപ്പലിൽ നിന്നും ചെങ്ങാടത്തിലേക്ക് കയറിയിട്ട്
അവിടെ അവർ ആ പോകുന്ന സമയത്ത് അധികം വൈകാതെ തന്നെ കൂറ്റിനൊരു തിര ചങ്ങാടത്തെ തല കീഴായിട്ട് എടുത്തങ്ങ് മറിച്ച് കളഞ്ഞു. നന്നായിട്ട് നീന്താൻ അറിയാവുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ജോസഫ് ഒരുവിധം ചങ്ങാടത്തിൻ്റെ തുഴയിൽ പിടിച്ചിട്ട് അതിൽ നീന്തിയിട്ട് കപ്പൽ കാണാവുന്ന ദൂരത്തെത്തിയിട്ട് സഹായത്തിന് നിലവിളിച്ച ശബ്ദമാണ് രാത്രി കേട്ടത്. ബാക്കിയുള്ളവരെ പറ്റി അദ്ദേഹത്തിന് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. നാവികർ ഉടൻ തന്നെ വലിയൊരു റാന്തൽ തെളിച്ചു. ഒരുപക്ഷെ ഇനിയും ആരെങ്കിലും ഇതുപോലെ കപ്പൽ തിരിഞ്ഞ് നീന്തുന്നുണ്ടെങ്കിൽ അവർക്ക് ദിശ കാണിക്കുവാൻ വേണ്ടിയിട്ടായിരുന്നു അത്. പക്ഷേ ആരെയും കണ്ടതേയില്ല, ആരുടെ ശബ്ദം കേട്ടതുമില്ല. ആയിരക്കണക്കിന് പൗണ്ട് വിലയുള്ള രത്നങ്ങളും വെള്ളികളും അതിലും വലിയ മോഹങ്ങളുമായിട്ട് ലാപ്പിയും മകനും സംഘവും ആ കടലിൻ്റെ ഏതോ ഒരു ഭാഗത്തേക്ക് എന്നേക്കുമായിട്ട് പോയി മറിഞ്ഞു കഴിഞ്ഞു. അങ്ങനെ വീണ്ടും 2 ദിവസങ്ങൾക്ക് ശേഷം കപ്പൽ ഇന്ത്യൻ തീരത്തെ ആന്ധ്രാപ്രദേശിലുള്ള മച്ചിലിപട്ടണം അഥവാ മസൂലിപട്ടണം തുറമുഖത്ത് എത്തിച്ചേർന്നു. അവിടെ 1 മാസം താമസിച്ച ശേഷം നമ്മുടെ ഈ റോബിൻ ബംഗാളിലേക്കാണ് പോയത്. ഈ കസിൻ ജോണ് സന്തോഷപൂർവ്വം തന്നെ അവനെ സ്വീകരിക്കുകയും അവന് വേണ്ടുന്ന സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്തു. റോബിൻ്റെ അച്ഛനുമായിട്ടുള്ള കരാറ് കാരണം, അതായത് നമ്മുടെ ഈ ക്യാപ്റ്റൻ യങ്, ഈ ഡി ഗ്രേഡിൻ്റെ ക്യാപ്റ്റൻ യങ് ഇവനെ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ട് കാശ് മേടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ക്യാപ്റ്റൻ ഈ ബാലനായിട്ടുള്ള റോബിൻ്റെ സകല കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു നല്ലൊരു അന്തരീക്ഷം പൊടുന്നതിനെ പ്രകൃതിയുടെ ലീലാവിലാസങ്ങളാൽ താറുമാറാകുന്ന കാഴ്ചയാണ് പിന്നീട് നമ്മൾ കാണുന്നത്. പടർന്നു പിടിച്ച പനി 9 മാസങ്ങൾക്കുള്ളിൽ ഈ ഡീഗ്രേവ് എന്ന് പറഞ്ഞ കപ്പലിലെ 40ഓളം ആളുകളെയാണ് മണ്ണിൻ്റെ അടിയിലാക്കിയത്. പക്ഷേ ഞെട്ടുന്നത് ഇത് കേൾക്കുമ്പോഴല്ല. ആ മരിച്ചവരിൽ ഡ്രൂറിയുടെ കസിന്, പിന്നെ നല്ലവനായിട്ടുള്ള ക്യാപ്റ്റൻ യങ്, ഇവർ 2 പേരും ഉണ്ടായിരുന്നു. ഇതും പോരാഞ്ഞിട്ട് ഇക്കൂട്ടത്തിൽ കപ്പലിൻ്റെ 1ാം മേറ്റ് മരണപ്പെട്ടു പോയത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും 2ാം മേറ്റ് അടുത്ത ക്യാപ്റ്റനായിട്ട് മാറി. അത് മറ്റാരും ആയിരുന്നില്ല, ക്യാപ്റ്റൻ വില്യം യങ്ങിൻ്റെ മകൻ, ചെറുപ്പക്കാരനായിട്ടുള്ള വില്യം യങ് ജൂനിയർ തന്നെയായിരുന്നു അത്. ചുരുക്കത്തിൽ ഡീഗ്രേവ് എന്ന് പറഞ്ഞ ഈ ഒരു കപ്പലിൻ്റെ ക്യാപ്റ്റൻ ഇപ്പോഴും ഒരു ക്യാപ്റ്റൻ യങ് തന്നെയാണ്, മകനാണെന്ന് മാത്രം. അങ്ങനെ ഒട്ടേറെ ദുരന്തങ്ങൾക്ക് ശേഷം ഈ ഡീഗ്രേവ് വീണ്ടും ഇന്ത്യയിൽ നിന്നും മടക്കയാത്ര ആരംഭിച്ചു. റോബർട്ട് ഡ്രൂറിക്ക് അപ്പോൾ 16 വയസ്സായിരുന്നു പ്രായം. കപ്പലിൽ ആകെ 120ഓളം നാവികരാണ് ഉണ്ടായിരുന്നത്. കൂടാതെ 2 സ്ത്രീകളുണ്ട്, പിന്നെ റോബിനും മറ്റു ചില യാത്രക്കാരും. അഴിമുഖത്ത് നിന്നും കപ്പൽ പുറപ്പെട്ടപ്പോൾ തന്നെ അതിശക്തമായ തിരയിൽപ്പെട്ടിട്ട് നിയന്ത്രണം വിട്ട ഈ ഡീഗ്രേവ് എവിടെയോ ഉറച്ചു. അടുത്ത വേലിയേറ്റം വരെ ക്ഷമിച്ചിരുന്ന അവർ വിചാരിച്ചു വെച്ചിരുന്നത് കപ്പലിന് കേടുപാടുകളൊന്നും തന്നെ സംഭവിച്ചിട്ടുണ്ടാവില്ല എന്നാണ്. പക്ഷെ കണക്ക് കൂട്ടലുകൾ തെറ്റിപ്പോയി. അവരുടെ ഭാവി ഒരു വിള്ളൽ രൂപത്തിൽ കപ്പലിൻ്റെ അടിത്തട്ടിൽ ഉണ്ടായിരുന്നു. തുടർന്നുള്ള യാത്രയിൽ 2 ചെയിൻ പമ്പുകൾ തുടർച്ചയായിട്ട് പ്രവർത്തിപ്പിച്ച ശേഷമാണ് കപ്പലിനെ നിലയ്ക്ക് നിർത്താനായിട്ട്, മുങ്ങാതെ നിർത്താനായിട്ട് ഇവർക്ക് സാധിച്ചത്. അങ്ങനെ 2 മാസം ഇതേ രീതിയിൽ ഇവർ ഒരു വിധത്തിൽ ഈ വെള്ളം പമ്പ് ചെയ്തൊക്കെ നീങ്ങിക്കൊണ്ടിരുന്ന ഈ ഒരു ഡീഗ്രേവ് എന്ന് പറഞ്ഞ കപ്പൽ ഒരു വിധത്തിൽ അവസാനം മൗറീഷ്യസ് ദ്വീപിലാണ് എത്തിച്ചേർന്നത്. അക്കാലത്ത് അവിടെ ഭരിച്ചിരുന്നത് ഡച്ചുകാരാണ്. അവർ മാന്യമായിട്ട് തന്നെയാണ് ഇവരോട് പെരുമാറിയത്. ഡീഗ്രേവിലെ നാവികർ തീരത്ത് ടെൻറ്റുകളൊക്കെ കെട്ടിയാണ് താമസിച്ചത്. കപ്പലിൻ്റെ ചോർച്ച കണ്ടെത്തുകയായിരുന്നു പ്രധാന ലക്ഷ്യം. പക്ഷെ കാര്യങ്ങൾ മുൻകൂട്ടി കാണാനുള്ള പരിചയക്കുറവ് നമ്മുടെ ഈ ചെറുപ്പക്കാരനായിട്ടുള്ള ക്യാപ്റ്റൻ്റെ എല്ലാ പ്രവൃത്തികളിലും ഉണ്ടായിരുന്നു. ഭക്ഷണ സാധനങ്ങളിൽ ഭൂരിഭാഗവും അവർ ആ ദ്വീപിൽ വെച്ച് തന്നെ കഴിച്ചങ്ങ് തീർത്തു. ചോർച്ച കണ്ടുപിടിക്കാനും വേണ്ടിയിട്ട് ചരക്കുകൾ മുഴുവൻ കരയിലിറക്കി വെച്ചതാണ് പ്രശ്നമായത്. ഇവർ മൗറീഷ്യസിൽ എത്തുന്നതിന് 2 മാസം മുന്നേ കുപ്രസിദ്ധ കടൽ കൊള്ളക്കാരനായിട്ടുള്ള ക്യാപ്റ്റൻ ജോൺ ബോവന് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. 1701 നവംബറിൽ മലബാർ തീരത്തിനടുത്ത് വെച്ചിട്ട് ഈ ജോൺ ബോവൻ ഒരു കപ്പൽ കൊള്ളയടിച്ചു. അതിനുശേഷം അവർ മഡഗാസ്കർ ലക്ഷ്യമാക്കി നീങ്ങുന്നതിൻ്റെ ഇടയിലാണ് മൗറീഷ്യസിനടുത്ത് വെച്ചിട്ട് ഇവരുടെ കപ്പൽ തകർന്നത്. നീന്തി കരയ്ക്കടുത്ത ബോവനും സംഘവും 3 മാസങ്ങൾ കൊണ്ട് മറ്റൊരു ചെറു പത്തേമാരി സംഘടിപ്പിച്ച് അറ്റകുറ്റപ്പണികളൊക്കെ നടത്തി മൂടി പിടിപ്പിച്ചിട്ട് അതിൽ കയറി രക്ഷപ്പെട്ടു. പക്ഷെ കപ്പലിലെ ജോലിക്കാരെ മൗറീഷ്യസിൽ ഉപേക്ഷിച്ചിട്ടാണ് ഇവന്മാർ കടന്നു കളഞ്ഞത്. എന്തായാലും ഇവിടെ മിച്ചം ഉണ്ടായിരുന്ന ആ ഒരു ജോലിക്കാരെ കൂടി ക്യാപ്റ്റൻ യങ് കൂടെ കൂട്ടി. കപ്പലിൻ്റെ ചോർച്ച കണ്ടുപിടിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ വെള്ളം പുറത്തേക്ക് കളയുവാൻ വേണ്ടിയിട്ട് കൂടുതൽ ആളുകളെ ആവശ്യമാണ്. ഈ ഒരു അവസരത്തിൽ ഇവർ ഉപകാരപ്പെടും എന്ന ചിന്തയിലാണ് ക്യാപ്റ്റൻ ഇതിന് തുനിഞ്ഞത്. 12 ഉത്തരാഫ്രിക്കൻ വംശജരും 30 ഇന്ത്യക്കാരുമായിരുന്നു ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷെ തങ്ങളിപ്പോഴും കാലെടുത്ത് വെക്കുന്നത് വിധി പോലും കൈവിട്ടു പോയ ഒരു കപ്പലിലേക്കാണ് എന്ന് അവർ ഒരിക്കൽ പോലും കരുതിയിട്ടുണ്ടാവില്ല. ദ്വീപിൽ നിന്നും എങ്ങനെയും രക്ഷപ്പെടണം എന്ന ആഗ്രഹം മാത്രമേ അവർക്കും ഉണ്ടായിരുന്നുള്ളൂ. നല്ല മത്സ്യങ്ങളും ആമകളും ആടുകളും ഉണ്ടായിരുന്ന ആ ദ്വീപിൽ 1 മാസത്തോളം സുഖവാസം നടത്തിയ ശേഷം അവർ പ്രതീക്ഷയുടെ മുനമ്പായിട്ടുള്ള ഗുഡ് ഹോപ്പ് ലക്ഷ്യമാക്കി യാത്ര തിരിച്ചു. പക്ഷെ അപ്പോഴേക്കും കപ്പലിലെ ജലം ക്രമാതീതമായിട്ട് ഉയർന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആളുകൾ വെള്ളം കളഞ്ഞും വൃത്തിയാക്കിയും ആകെ ക്ഷീണിച്ച് വശം കെട്ടു. ഗുഡ് ഹോപ്പ് വരെ കപ്പൽ എത്തില്ല എന്ന് പരിചയസമ്പന്നരായിട്ടുള്ള നാവികർ പറയുന്നത് ബാലനായ ഡ്രൂറി കേൾക്കുന്നുണ്ടായിരുന്നു. ഏറ്റവും അടുത്തുള്ള മഡഗാസ്കർ ദ്വീപിലേക്ക് ഗതി തിരിക്കുന്നതാണ് നല്ലത് എന്ന് അവർ ക്യാപ്റ്റനെ ഉപദേശിച്ചു. ഭാരം കുറയ്ക്കാനായിട്ട് കപ്പലിലെ പീരങ്കികളും മറ്റു വസ്തുക്കളും അവർ കടലിലേക്ക് എറിഞ്ഞു കളയുകയും ചെയ്തു. ഇതേ സമയം
മഡഗാസ്കറിന് 350 മൈൽ തെക്ക് മാറിയാണ് ഈ കപ്പൽ നീങ്ങിക്കൊണ്ടിരുന്നത്. ഗുഡ് ഹോപ്പ് മുനമ്പിലേക്ക് ഏതാണ്ട് ഒരു 2000 മൈലുകൾ കൂടി ഇനിയും ദൂരമുണ്ട്. സ്വാഭാവികമായിട്ടും മഡഗാസ്കർ ദ്വീപിലേക്ക് ഗതി തിരിക്കുന്നതാണ് നല്ലത് എന്ന് ക്യാപ്റ്റൻ യങ്ങിനും തോന്നി തുടങ്ങി. ഈ സമയം കടൽ കൊള്ളക്കാരുടെ ആക്രമണം വല്ലതും ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് കീഴടങ്ങുകയല്ലാതെ ഇവർക്ക് വേറെ ഒരു വഴിയും ഉണ്ടായിരുന്നില്ല. അവസാനം പ്രായമുള്ള നാവികരുടെ ഉപദേശങ്ങൾക്ക് വഴങ്ങിക്കൊണ്ട് ക്യാപ്റ്റൻ കപ്പലിനെ മഡഗാസ്കർ ലക്ഷ്യമാക്കി ഗതി തിരിച്ചു. അങ്ങനെ 3-ാം ദിവസം അനുകൂലമായ കാലാവസ്ഥ ഉണ്ടായി. ക്യാപ്റ്റൻ യങ് റോബിനെയും മറ്റൊരു ചെറുപ്പക്കാരനെയും പായ്മരത്തിലെ നിരീക്ഷണ മേടയിലേക്ക് കയറ്റിവിട്ടു. കാരണം ബാക്കിയുള്ള എല്ലാവരെയും ഡെക്കിൽ ജോലിക്ക് ആവശ്യമാണ്. ആദ്യമായിട്ട് ഒരു നാവികനായതിൻ്റെ സന്തോഷമായിരുന്നു നമ്മുടെ ഈ റോബിന് അപ്പോഴുണ്ടായിരുന്നത്. കപ്പലിലെ ഉത്തരവാദിത്തമുള്ള ജോലികളിൽ ഒന്നാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. പക്ഷെ ശരിക്കും സന്തോഷിക്കാൻ പറ്റുന്ന അവസ്ഥയിലായിരുന്നില്ല ആ സമയത്തെ സാഹചര്യം. ഏകദേശം 2.5 മണിക്കൂറോളം റോബിനും മറ്റേ പയ്യനും കണ്ണുകൾ വിടർത്തി അനന്തതയിലേക്ക് തന്നെ നോക്കിയിരുന്നു. അധികം കഴിഞ്ഞില്ല, കര പോലെ എന്തോ ഒന്ന് അങ്ങകലെ ദൂരെ അവർ കണ്ടു. പക്ഷെ തീർച്ചപ്പെടുത്തിയ ശേഷം വിളിച്ചു കൂവിയാൽ മതിയെന്നാണ് അവർ തീരുമാനിച്ചത്. ആളുകൾക്ക് വെറുതെ പ്രതീക്ഷ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. വൈകാതെ തന്നെ മുടൽ മഞ്ഞും തണുപ്പും അനുഭവപ്പെട്ടു തുടങ്ങി. താഴെ ഡെക്കിൽ ആരൊക്കെയോ പ്രാർത്ഥിക്കുന്നുണ്ട്. അകലെ പതുക്കെ കര പോലെ എന്തോ ഒന്ന് തെളിഞ്ഞു വന്നു. ഏതാണ്ട് 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ചിത്രം വ്യക്തമായി. കര! റോബിൻ ഉറക്കെ വിളിച്ചു കൂവി. അത് കേട്ട് ആളുകൾ ആവശ്യത്തോടെ കപ്പൽ തട്ടിലേക്ക് പാഞ്ഞെടുത്തു. ആർപ്പുവിളികളും ബഹളങ്ങളും, ആകെ ശബ്ദമയം. അങ്ങനെ മഡഗാസ്കർ എന്ന കൂറ്റൻ ദ്വീപ് അവരുടെ മുന്നിൽ തെളിഞ്ഞു വന്നു. അവസാനം ക്യാപ്റ്റനും അപ്പർ ഡെക്കിൽ എത്തിച്ചേർന്നു. എന്നാൽ കൂട്ടത്തിൽ പ്രായം കൂടിയ ഒരു നാവികൻ ഈ കാഴ്ച കണ്ടിട്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഇത് ഡൗഫിൻ തുറമുഖമാണ്. ഇവിടുത്തെ രാജാവ് സാമുവേല് വെള്ളക്കാരുടെ ശത്രുവാണ്. കരയിൽ ഇറങ്ങിയാൽ തല കൊയ്തു കളയും. ഇത് കേട്ടതോടെ ആളുകളുടെ മുഖം മ്ലാനമായി. ഈ കിങ് എബ്രഹാം സാമുവേലിൻ്റെ യഥാർത്ഥ ഫ്രഞ്ച് നാമം ടോം സിമിലോ എന്നായിരുന്നു. ഏതോ ഫ്രഞ്ച് കടൽ കൊള്ളക്കാരന് മലഗാസി സ്ത്രീയിൽ ജനിച്ച ആളായിരുന്നു ഇദ്ദേഹം. അയാളും പിന്നീട് കടൽക്കൊള്ള തന്നെയാണ് നടത്തിയത്. 1697 ഒരു കപ്പൽ അപകടം നടന്നതിനെ തുടർന്നിട്ട് ഈ സാമുവേലും സംഘവും ഡൗഫിൻ തുറമുഖത്ത് ഇറങ്ങുകയും സ്വയം രാജാവായിട്ട് അവരോധിക്കുകയും ചെയ്യുകയായിരുന്നു. ഡീഗ്രേവിലെ നാവികർ കരുതിയതുപോലെ എല്ലാ വെള്ളക്കാരോടും അയാൾക്ക് ശത്രുത ഉണ്ടായിരുന്നില്ല. ഫ്രഞ്ചുകാരെ മാത്രമാണ് അയാൾ വെറുത്തിരുന്നത്. പക്ഷേ പ്രായമായ നാവികൻ നൽകിയ ഈ ഒരു തെറ്റായ വിവരം ഡീഗ്രേവിലെ നാവികരുടെ ഭാവി നിർണ്ണയിച്ചു എന്നതാണ് സത്യം. മുമ്പ് പറഞ്ഞല്ലോ, ഈ സാമുവേൽ രാജാവ് ഫ്രഞ്ചുകാരുടെ കൂടിയ ശത്രുവായിരുന്നു. ഏതോ യുദ്ധത്തിൽ അവരിൽ നിന്നേറ്റ പരിക്ക് അയാളെ കൂടുതൽ രോഷാകുലനാക്കി. തൻ്റെ രാജ്യത്തുണ്ടായിരുന്ന സകല ഫ്രഞ്ചുകാരെയും അയാൾ പിടികൂടി വധിച്ചു കളയുകയാണ് ചെയ്തത്. എന്തായാലും അവിടെ നിന്നും പിൻവലിഞ്ഞ ക്യാപ്റ്റൻ യങ്ങും സംഘവും പിന്നീട് തീരത്തോട് വളരെയധികം ചേർന്ന് കാറ്റിനനുസരിച്ചിട്ടാണ് കപ്പൽ ഓടിച്ചത്. കപ്പൽ മുങ്ങിയാൽ എങ്ങനെയെങ്കിലും കരയിലേക്ക് നീന്തി ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അത്. ദ്വീപിൻ്റെ തെക്കേ തീരം വഴി പടിഞ്ഞാറോട്ടാണ് അവർ നീങ്ങിയത്. വെടിമരുന്ന് സൂക്ഷിക്കുന്ന മുറിയിൽ ഇപ്പോൾ തന്നെ 4 അടിയോളം വെള്ളമുണ്ട്. ആരുമില്ലാത്ത ഏതെങ്കിലും തീരത്ത് എങ്ങനെയെങ്കിലും ഇറങ്ങിയേ തീരൂ. പേടിച്ചേർന്ന നാവികര് ക്യാപ്റ്റന് ചുറ്റും വട്ടം കൂടി. സകല ആളുകളുടെ മുഖത്ത് ഭീതി പ്രകടമായിരുന്നു. തങ്ങളുടെ ജീവൻ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് എന്തേലും ഒന്ന് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അവർ ക്യാപ്റ്റനോട് അവർ അപേക്ഷിച്ചു. അങ്ങനെ അവർ വീണ്ടും മുന്നോട്ടേക്ക് പോയപ്പോഴേക്കും മണൽക്കൂനകൾ മാത്രമുള്ള ഒരു തീരം കണ്ടു. ആകെ വിജനമായ ഒരു സ്ഥലം. മഡഗാസ്കർ ദ്വീപിന്റെ തെക്കേ അറ്റത്തുള്ള സെയിന്റ് മേരി എന്ന തീരത്തിന് അടുത്ത് എവിടെയോ ആയിരുന്നു ഈ സ്ഥലം. 450 അടി ഉയരം വരെയുള്ള മണൽ കൂനകൾ ഇവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ പൈറേറ്റ് കഥകളിൽ കണ്ടിട്ടുള്ള സെന്റ് മേരി ദ്വീപ്, ഉദാഹരണത്തിന് നമ്മുടെ ലാസ്റ്റ് വീഡിയോ സീരീസ് പൈറേറ്റ്സ് ഓഫ് മലബാർ, അതിനകത്ത് നമ്മൾ പല വട്ടം പറഞ്ഞ സെന്റ് മേരി ദ്വീപ് മഡഗാസ്കറിന്റെ ഉത്തരഭാഗത്ത് നോർത്ത് ഭാഗത്താണ് ഉള്ളത്. ഇത് സെന്റ് മേരി മുനമ്പാണ്. അത് തെക്ക് ഭാഗത്താണ് ഉള്ളത്. രണ്ടും രണ്ടാണ്. അവിടെ നിന്നും കുറച്ചുകൂടി മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും വിശാലമായ മറ്റൊരു കടൽ തീരം ദൃശ്യമായി. അതോടെ അവർ കപ്പൽ തീരത്തോട് കൂടുതൽ അടുപ്പിച്ചു. കപ്പൽ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും അന്വേഷിക്കാതെ അവിടെ തന്നെ നങ്കൂരമിടാൻ വേണ്ടിയിട്ട് അവർ തീരുമാനിച്ചു. പായ്മരങ്ങളും വടങ്ങളും അറുത്തു മാറ്റിയ ശേഷം തോക്കുകളും പെട്ടികളും മറ്റു ഭാരവസ്തുക്കളും കടലിലേക്ക് എറിയുകയും ചെയ്തു. കാരണം നാവികരെല്ലാവരും നീന്തി രക്ഷപ്പെട്ട് കരയ്ക്ക് എത്തുന്നത് വരെയും ഡീഗ്രേവ് മുങ്ങാൻ പാടില്ല. കപ്പലിൽ ആകെയുള്ളത് ചെറിയൊരു ബോട്ടാണ്. അത് 100 വട്ടം തീരത്ത് പോയി വന്നാൽ മാത്രമേ എല്ലാവരെയും കരയിൽ എത്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ കയ്യിൽ കിട്ടിയ തടികളും കയറുകളും ഒക്കെ വെച്ചിട്ട് ചെറിയൊരു ചെങ്ങാടം ഉണ്ടാക്കിയെടുക്കുവാൻ തന്നെ ക്യാപ്റ്റൻ തീരുമാനിച്ചു. ഇതേ സമയം തീരത്ത് കുറച്ച് ആളുകൾ വന്ന് നിലയുറപ്പിച്ചിരിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. മീൻ പിടിക്കുകയോ മറ്റോ ആണ്. കപ്പൽ കുഴപ്പത്തിലാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണോ എന്ന് അറിയില്ല, അവർ പുക കത്തിച്ചിട്ട് അടയാളം കാണിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ആളുകളെ കബളിപ്പിച്ചിട്ട് തീരത്തിറക്കിയിട്ട് കശാപ്പ് ചെയ്യാനുള്ള തന്ത്രമാണോ ഇതെന്ന് ക്യാപ്റ്റൻ സംശയിച്ചു. ഇതൊക്കെ അവിടെ സാധാരണ നടക്കുന്ന കാര്യങ്ങളാണ്. ദ്വീപിന്റെ ഈ ഭാഗത്തെ രാജാവ് ആരാണ് എന്നും ഏത് തരക്കാരനാണ് എന്നൊന്നും ഈ ക്യാപ്റ്റന് യാതൊരു പിടിയുമില്ല. വൈകുന്നേരമായി കടൽ ആകെ ക്ഷോഭിച്ചിരിക്കുകയാണ്. നേരം വെളുക്കുന്നത് വരെയും ക്ഷമിക്കുവാൻ തന്നെയാണ് ക്യാപ്റ്റൻ തീരുമാനിച്ചത്. അതുകൊണ്ട് തന്നെ രാത്രിയിൽ പുതിയ ചങ്ങാടത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കാനായിട്ട് അവർക്ക് കഴിഞ്ഞു.
അന്നത്തെ രാത്രി ആരും ഉറങ്ങിയില്ല. പിറ്റേന്ന് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ഓർത്തിട്ട് നമ്മുടെ ഈ 17 വയസ്സുകാരനായ റോബിൻ വല്ലാതെ ഭയപ്പെട്ടു. വെളുപ്പിനെ തന്നെ, അതായത് 1703 ഏപ്രിൽ 27-ന് ചീഫ് മേറ്റും മറ്റ് 4 പേരും കൂടിയിട്ട് ആകെ ഉണ്ടായിരുന്ന ചെറിയ ബോട്ടിൽ കയറിയിട്ട് കരയിലേക്ക് തിരിച്ചു. നീളമുള്ള ഒരു വടം കപ്പലിൽ നിന്നും കരയിലേക്ക് വലിച്ചു കെട്ടാനായിരുന്നു പദ്ധതി. അതിൽ പിടിച്ചിട്ട് വേണം ഇവർ രാത്രിയിൽ ഉണ്ടാക്കിയ ആ ഒരു ചെങ്ങാടത്തിൽ ബാക്കിയുള്ള ആളുകൾക്ക് കരയിലേക്ക് പോകുവാനായിട്ട്. പാറകൾ നിറഞ്ഞ കടലിലൂടെയുള്ള ആ ഒരു ബോട്ടിന്റെ യാത്ര തീർത്തും അപകടം നിറഞ്ഞതായിരുന്നു. പടുകൂറ്റൻ തിരമാലകൾ അതിൽപ്പെട്ടിട്ട് ആടി ഉലയുന്ന ബോട്ട് അവസാനം ഒരു പാറയിൽ ചെന്നിടിച്ചിട്ട് പല കഷ്ണങ്ങളായി ചിന്നിച്ചിതറി. കരയിൽ നിന്നിരുന്ന ആളുകളുടെ സഹായത്തോടെ അവർ എങ്ങനെയൊക്കെയോ വടവുമായിട്ട് തീരമണഞ്ഞു. നാട്ടുകാർ ഈ കയറ് കരയിൽ കെട്ടുവാൻ വേണ്ടിയിട്ട് ഇവരെ സഹായിച്ചു. അതായത് കപ്പലിൽ നിന്ന് ഒരു കയറ് ഇവർ കെട്ടിയിട്ട് ഈ ഒരു ബോട്ടിൽ കരയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഒരു വിധത്തിൽ ബോട്ട് മുങ്ങിയെങ്കിലും ഇവരത് പിടിവിടാതെ ഈ ഒരു കരയിലേക്ക് കൊണ്ടുവരികയും അവിടെ കെട്ടുകയും ചെയ്തു. 2 ഇംഗ്ലീഷ് വനിതകൾ കൂടി നമ്മുടെ ഈ ഡി ഗ്രേവിൽ ഉണ്ടായിരുന്നു. ഇതാദ്യം പറഞ്ഞതാണ്. ഇന്നലത്തെ രാത്രിയിൽ ഉണ്ടായ ഒരു ചെങ്ങാടത്തിൽ വേണം ഇനി എല്ലാവർക്കും കരയിലേക്ക് എത്തുവാനായിട്ട്. സ്ത്രീകളിൽ ഒരാൾ ചെങ്ങാടത്തിൽ കയറുവാനായിട്ട് വിസമ്മതിച്ചു. രണ്ടാമത്തെ സ്ത്രീയും പിന്നെ നമ്മുടെ റോബിന്, ഇവർ രണ്ടുപേരും ഉൾപ്പെടെ ഒരു 40 പേരാണ് ചെങ്ങാടത്തിലേക്ക് ആദ്യം കയറാനായിട്ട് തീരുമാനമെടുത്തത്. ആദ്യം തന്നെ കരയിൽ കെട്ടിരുന്ന വടവുമായിട്ട് ചെങ്ങാടം ബന്ധിപ്പിച്ചു. റോബിൻ വസ്ത്രങ്ങളെല്ലാം ഊരി മാറ്റി. ശേഷം കുറച്ച് പണം, കുറച്ച് വെള്ളിക്കപ്പ് ഇതൊക്കെ എടുത്തിട്ട് അരയിൽ വെച്ച് കെട്ടി. അവസാനം വസ്ത്രങ്ങൾ ഒരു പെട്ടിയിലാക്കിയ ശേഷം അവൻ ചെങ്ങാടത്തിൽ കയറുകയും ചെയ്തു. ഇതേ സമയം കരയിൽ നിന്നവർ ചെങ്ങാടത്തെ വലിച്ച് കരയിലേക്ക് അടുപ്പിക്കുക. പക്ഷേ അടുത്ത നിമിഷം പഴയതുപോലെ തന്നെ വലിയൊരു തിരമാല വന്നിട്ട് ഈ ചെങ്ങാടത്തിന്റെ മുകളിലേക്ക് ആഞ്ഞു പതിച്ചു. ഉയർന്നു പൊങ്ങിയ തിരയിൽപ്പെട്ടിട്ട് ചെങ്ങാടം മലക്കം മറിഞ്ഞു. ആർത്തലയ്ക്കുന്ന തിരമാലകളുടെ ശബ്ദത്തിൽ ആളുകളുടെ നിലവിളികൾ മുങ്ങിപ്പോയി. ചിലർ മറിഞ്ഞ ചെങ്ങാടം ലക്ഷ്യമാക്കിയും മറ്റു ചിലർ കര ലക്ഷ്യമാക്കിയും നീന്തി. തന്റെ കൂടെ ചെങ്ങാടത്തിലുണ്ടായിരുന്ന ആ ഒരു സ്ത്രീ ഉണ്ടല്ലോ, അവര് തന്റെ മുന്നിലൂടെ ഒഴുകിപ്പോകുന്നത് റോബിൻ കാണുന്നുണ്ടായിരുന്നു. എന്നാൽ ആ സമയത്ത് ഒന്നും ചെയ്യുവാൻ സാധിക്കുമായിരുന്നില്ല. ഒരു വിധത്തില് അവൻ തീരത്തേക്ക് നീന്തിയെടുത്തു. ഇതേ സമയം ആ സ്ത്രീ ഒഴികെ ബാക്കി എല്ലാവരും തന്നെ ഒരുവിധം നീന്തി കരയിലെത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. ഇനി ക്യാപ്റ്റനും അവശേഷിക്കുന്ന സ്ത്രീയും ബാക്കിയുള്ള ആളുകളും നീന്തി തന്നെ കരയിലെത്തണം. കാരണം ഇത്ര ശക്തമായ തിരയിലൂടെ ചെങ്ങാടം തിരിച്ചു വലിച്ചടിപ്പിച്ചിട്ട് അതിൽ യാത്ര ചെയ്യാനായിട്ട് കപ്പലിൽ ഉണ്ടായിരുന്ന ആളുകൾ തയ്യാറായിരുന്നില്ല. കരയിൽ കെട്ടിയിരുന്ന വടം അറുത്തു മാറ്റാനായിട്ട് ക്യാപ്റ്റൻ വിളിച്ചു കൂവി. കപ്പൽ ഇനി തനിയെ ഒഴുകി എവിടെയെങ്കിലും ഇടിച്ചു തകരും. എങ്ങനെയും നാട്ടിലെത്തിക്കഴിഞ്ഞാൽ ഇംഗ്ലണ്ടിലെ ഡോവറിൽ സംസ്കരിക്കുവാൻ വേണ്ടിയിട്ട് ഒരു പെട്ടിയിൽ സൂക്ഷിച്ചിരുന്ന തൻ്റെ പിതാവിൻ്റെ, അതായത് ഈ ഒരു ക്യാപ്റ്റൻ യങ്ങിൻ്റെ അച്ഛൻ അവിടെ വെച്ച് മരിച്ചുപോയ, നമ്മുടെ ഇന്ത്യയിൽ വെച്ചിട്ടും പനി വന്നിട്ട് മരിച്ചുപോയ ആ പിതാവിൻ്റെ ഹൃദയം ഉണക്കിയിട്ട് അദ്ദേഹം ഈ ഒരു പെട്ടിക്കകത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഹൃദയം അയാൾ അരയിൽ കെട്ടി. എന്നിട്ട് ക്യാപ്റ്റനും സംഘവും വെള്ളത്തിലേക്ക് ചാടി. ഈ ഒരു സ്ത്രീയും എല്ലാവരും ഉണ്ട്. ബാക്കി ഉണ്ടായിരുന്ന എല്ലാ ആളുകളും ഇപ്പോൾ വെള്ളത്തിലേക്ക് ചാടിയിട്ട് നീന്തി കരയിലേക്ക് എത്താനാണ് നോക്കുന്നത്. അവരെ രക്ഷിക്കുവാനായിട്ട്, അതായത് വലിച്ചെങ്ങനെയെങ്കിലും കരയിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ട് തീരത്തുണ്ടായിരുന്ന ആളുകൾ അരയേറ്റം വെള്ളം വരെയും കടലിലേക്ക് ഇറങ്ങി നിന്നു. അവസാനം ഏറെ പണിപ്പെട്ടെങ്കിലും ആദ്യം ഒഴുകിപ്പോയ സ്ത്രീയും പിന്നെ 2 നാവികരും ഒഴികെ ബാക്കി എല്ലാവരും സുരക്ഷിതമായിട്ട് കരയിലെത്തുക തന്നെ ചെയ്തു. ഇവരുടെ കൂടെ രണ്ടാമത്തെ ഗ്രൂപ്പിൽ നീന്തി രക്ഷപ്പെട്ട ആ ഒരു ഇംഗ്ലീഷ് വനിതയുണ്ടല്ലോ, അവരുടെ വസ്ത്രമൊക്കെ മുഴുവനായിട്ടും വെള്ളം കയറി വീർത്തുപോയി. നിലത്തിട്ട് ഉരുട്ടിയും ദേഹം മുഴുവനും പിഴിഞ്ഞെടുത്തും ഒക്കെ മറ്റുള്ളവർ അവരുടെ വസ്ത്രങ്ങളിലെ വെള്ളം മുഴുവൻ പുറത്തു ചാടിച്ചു. എങ്കിലും അവരെ നന്നായിട്ട് തണുത്ത് വിറയ്ക്കുന്നുണ്ടായിരുന്നു. മറ്റുള്ളവർ ഉടൻ തന്നെ അവർക്ക് ചൂട് പകരുവാൻ വേണ്ടിയിട്ട് വലിയൊരു ആഴി കൂട്ടി. അങ്ങനെ ആർത്തലയ്ക്കുന്ന കടലിനും മഡഗാസ്കർ എന്ന കൂറ്റൻ ദ്വീപിനുമിടയ്ക്ക് ഡി ഗ്രേഡിലെ 160ഓളം ആളുകൾ ഇനി എന്തു ചെയ്യുമെന്നറിയാതെ എത്തിപ്പെട്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു അപകട വാർത്ത കേട്ടിട്ട് ആ ഒരു തീരം മുഴുവനും അവിടെയുള്ള ആളുകളെല്ലാം ഉണർന്നിരിക്കുകയാണ്. 300-ൽ പരം മലഗാസികളാണ് ഇപ്പോൾ തീരത്ത് തടിച്ചുകൂടിയിരിക്കുന്നത്. ഇത് മഡഗാസ്കറിന്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള ബലിഡ്സാക്കി എന്ന് പറഞ്ഞ സ്ഥലമാണ് എന്നാണ് ഇപ്പോൾ നമ്മൾ കരുതുന്നത്. മഡഗാസ്കറിലെ ആൻഡ്രോയ് പ്രവിശ്യയിൽപ്പെട്ട ഭൂമധ്യരേഖയ്ക്ക് താഴെ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഇത്. ആഫ്രിക്കയുടെ തെക്ക് കിഴക്കായിട്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന മഡഗാസ്കർ ഭൂമിയിലെ 4ാമത്തെ ഏറ്റവും വലിയ ദ്വീപാണ്. ഏതാണ്ട് 80 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ നിന്നും അടർന്നു മാറി രൂപമെടുത്ത ഈ ഒരു ദ്വീപ് പക്ഷേ ക്രിസ്തുവിന് ശേഷം 500-ാം ആണ്ടിൽ മാത്രമാണ് മനുഷ്യന്റെ കണ്ണിൽ പെട്ടത്. 16-ാം നൂറ്റാണ്ട് വരെ ഭീമൻ ആനറാഞ്ചി പക്ഷികൾ ഓടിത്തിമിർത്ത് നടന്നിരുന്ന ഈ ഒരു ദ്വീപിലെ 80% ജീവികളും ഭൂമിയിൽ മറ്റൊരിടത്തും ഇല്ലാത്തവയാണ്. 88 മില്യൺ വർഷങ്ങളായിട്ട് വൻകരകളുമായിട്ട് ബന്ധമില്ലാതെ കിടന്നതുകൊണ്ടാണ് ദ്വീപിന് ഇപ്പോൾ കാണുന്ന എല്ലാ സവിശേഷതകളും കൈവന്നത്. പക്ഷേ രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ദ്വീപിൽ ആദ്യമെത്തിയ മനുഷ്യർ തൊട്ടടുത്ത് കിടക്കുന്ന ആഫ്രിക്കൻ വൻകരയിലെ ആളുകളല്ല, മറിച്ച് ഇന്തോനേഷ്യൻ ദ്വീപായ ബ്രൂണയിലെ വർഗ്ഗക്കാരാണ്. ഒരു പക്ഷേ ചെറുവഞ്ചികളിലും തടിവഞ്ചികളിലും ഒക്കെ ആയിട്ടാവാം അവർ ഇവിടെ എത്തിച്ചേർന്നത്. പിന്നീട് അറബികൾ, ആഫ്രിക്കൻ കാപ്പിരികൾ ഒക്കെ ഇവിടെ എത്തുകയും അങ്ങനെ അവസാനം മഡഗാസ്കർ ജനത ഇവരുടെ എല്ലാം സങ്കര ഇനമായിട്ട് മാറുകയും ചെയ്തു. അവരുടെ മലഗാസി ഭാഷയാവട്ടെ ഇതിൻ്റെ എല്ലാം ആകത്തുകയും.
എങ്കിലും കൂടുതൽ അടുപ്പം ഇന്തോനേഷ്യയോട് തന്നെയാണ്. മതമാകട്ടെ ക്രിസ്തുമതം, ആഫ്രിക്കൻ പാരമ്പര്യങ്ങൾ, ഇസ്ലാം, പഴയ ഇന്തോനേഷ്യൻ രീതികൾ ഇതെല്ലാം കൂടെ കൂടിച്ചേർന്ന ഒരു മിശ്രിത രൂപമാണ്. ഭൂമിയിലെ ഡൈനസോറുകൾ അടക്കി വാണിരുന്ന ആ ഒരു കാലത്ത് മഡഗാസ്കർ ദ്വീപും ഇന്ത്യൻ ഉപഭൂഖണ്ഡവും ഒരുമിച്ചാണ് കിടന്നിരുന്നത് എന്ന വസ്തുതയും നാം ഓർക്കേണ്ടതുണ്ട്. ഈ മഡഗാസ്കറിൽ നിന്നും ഇന്ത്യ വേർപെട്ട് കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ ഇടയിൽ രൂപപ്പെട്ട ദ്വീപാണ് സീഷെൽസ്. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ പാതാള തവളയുടെ ഒരു ബന്ധുവിനെ സീഷെൽസിനും കാണാനായിട്ട് സാധിക്കുന്നത്. ചുരുക്കത്തിൽ ഇന്ത്യയിൽ നിന്നും പോകുന്ന നമ്മുടെ ഈ റോബർട്ട് ഡ്രൂറി ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയുടെ തന്നെ ഭാഗമായിരുന്ന മറ്റൊരു ഭൂവിഭാഗത്തിലാണ് ഇപ്പോൾ ഏതാണ്ട് ഒരു കൊല്ലത്തെ യാത്രയ്ക്ക് ശേഷം എത്തിപ്പെട്ടിരിക്കുന്നത്. ഈ മഡഗാസ്കർ ദ്വീപിന്റെ ഏറ്റവും തെക്കേ അറ്റത്ത് താമസിച്ചു വന്നിരുന്ന ജനവിഭാഗമാണ് ടാൻഡ്രോയ്. അവർ വസിക്കുന്ന തെക്കൻ ഭൂവിഭാഗത്തെ മലഗാസി ഭാഷയിൽ ആൻഡ്രോയ് എന്നാണ് വിളിക്കുന്നത്. ആൻഡ്രോയിഡ് അല്ല, ആൻഡ്രോയ്. മുള്ളുകൾ നിറഞ്ഞ നാട് എന്നാണ് ആ പേര് കൊണ്ട് അർത്ഥമാകുന്നത്. റോയ് എന്ന് പറഞ്ഞാൽ മുള്ള് എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ തൊട്ടാവാഴയുടെ വർഗത്തിൽപ്പെടുന്ന മുള്ളുകൾ നിറഞ്ഞ, തൊട്ടാൽ വാടുന്ന മിമോസ ഡെലിക്കാറ്റുള എന്ന് പറഞ്ഞ വള്ളിച്ചെടികൾ നിറഞ്ഞ നാടായിരുന്നു കൊണ്ടാണ് ഈ പേര് കൈവന്നത്. ഇവിടെയുള്ള ഒരു തീരത്താണ് റോബർട്ട് ഡ്രൂറിയും സംഘവും ഇപ്പോഴെത്തിപ്പെട്ടിരിക്കുന്നത്. ജലക്ഷാമമുള്ള വരണ്ട സമതല പ്രദേശങ്ങളാണ് ഈ ആൻഡ്രോയ്. 2 വലിയ നദികൾക്കിടയിലാണ് ഈ ഭൂവിഭാഗം സ്ഥിതി ചെയ്യുന്നത്. അന്നത്തെ കാലത്ത് മഡഗാസ്കറിലെ നാട്ടുരാജ്യങ്ങളുടെ അതിർത്തികൾ ഇത്തരം നദികളായിരുന്നു. ഒരു നദി കടന്നാൽ അടുത്ത ഗോത്രക്കാരുടെ ദേശമായി എന്നാണ് അതിൻ്റെ അർത്ഥം. കൃത്യമായ മഴക്കാലമൊന്നും ഇല്ലാത്ത ഈ പ്രദേശങ്ങളിൽ നദികൾ മിക്കപ്പോഴും വറ്റി വരണ്ടിട്ടുണ്ടാവും. അത്തരം സമയങ്ങളിൽ ശത്രു രാജാക്കന്മാരുടെ ആക്രമണങ്ങളും ഈ ദ്വീപിൽ സാധാരണമായിരുന്നു. നമ്മുടെ കഥാനായകനായ റോബിൻ എന്ന റോബർട്ട് ഡ്രൂറി 18-ാം നൂറ്റാണ്ടിൽ ഈ ദ്വീപിൽ യാദൃച്ഛികമായിട്ട് എത്തിപ്പെടുമ്പോഴേക്കും കുഴഞ്ഞു മറിഞ്ഞ രാഷ്ട്രീയ കാലാവസ്ഥയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അനേകം ചെറു നാട്ടുരാജാക്കന്മാരുടെ കൈകളിലായിരുന്നു ദ്വീപിൻ്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും. മറ്റു നാട്ടുരാജ്യങ്ങളെ ആക്രമിച്ച് അവിടുത്തെ ആളുകളെ അടിമകളാക്കി പുറത്തുനിന്നും വരുന്ന കപ്പലുകൾക്ക് വിൽക്കുന്ന നാട്ടുപ്രമാണിമാരുടെ കീഴിലായിരുന്നു അന്നത്തെ മഡഗാസ്കർ. അതായത് മലഗാസികൾ അവരുടെ തന്നെ ആളുകളെ അടിമകളാക്കുകയും വിൽക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ. തോക്കുകളും വസ്ത്രങ്ങളുമാണ് അടിമകൾക്ക് പകരമായിട്ട് യുദ്ധപ്രഭുക്കന്മാർക്ക് ലഭിച്ചിരുന്നത്. കന്നുകാലികളായിരുന്നു പ്രധാന കൃഷിയും വരുമാന മാർഗവും. തേന്, കാട്ടുകിഴങ്ങുകൾ, കന്നുകാലി ഇറച്ചി ഇതൊക്കെയാണ് ഇവർ പ്രധാനമായിട്ടും കഴിച്ചുകൊണ്ടിരുന്നത്. ഈ തേനും കിഴങ്ങുകളും ചേർത്തിട്ട് വിവിധ ഇനം ലഹരി പാനീയങ്ങളും ഒക്കെ ഇവർ നിർമ്മിച്ചിരുന്നു. അക്കാലത്ത് ദ്വീപിലെ ഒട്ടുമിക്ക യുദ്ധങ്ങളും കന്നുകാലികൾക്ക് വേണ്ടിയായിരുന്നു നടന്നിരുന്നത്. പരമ്പരാഗത ആയുധങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള കിരാത യുദ്ധങ്ങളായിരുന്നു അതൊക്കെ. കപ്പലിൽ അടിമക്കച്ചവടത്തിനും മറ്റും എത്തുന്ന വെള്ളക്കാരും ഇത്തരം ചില യുദ്ധങ്ങളിൽ പക്ഷം പിടിച്ചിരുന്നു. തോക്കുകൾ ഉൾപ്പെടെയുള്ള മുന്തിയ ആയുധങ്ങൾ ഈ വെള്ളക്കാരുടെ കയ്യിൽ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവരുടെ എണ്ണം കൂടുതലുള്ള പക്ഷം യുദ്ധം വിജയിക്കും എന്ന സ്ഥിതിയായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. ഈ ഒരു ധാരണ പിന്നീട് നമ്മുടെ നായകനായിട്ടുള്ള റോബിൻ്റെ വിധി നിർണ്ണയിക്കുന്നതിലും മാറ്റിമറിക്കുന്നതിലും വലിയൊരു പങ്ക് വഹിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അക്കാലത്ത് ദ്വീപിന് ചുറ്റുമുള്ള സമുദ്രഭാഗങ്ങൾ കടൽ കൊള്ളക്കാരുടെ വിഹാര കേന്ദ്രങ്ങളായിരുന്നു. അവരിൽ നിന്നും രക്ഷപ്പെട്ട ഏതാനും വെള്ളക്കാർ ദ്വീപിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് അക്കാലത്ത് ജീവിക്കുന്നുണ്ടായിരുന്നു. നമുക്ക് വീണ്ടും ഈ റോബർട്ട് ഡ്രൂറി എന്ന റോബിനും സംഘവും ഇപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്ന തെക്കൻ മഡഗാസ്കറിലെ മുള്ളുകൾ നിറഞ്ഞ ആൻഡ്രോയ് എന്ന് പറഞ്ഞ ആ ഒരു ഭൂവിഭാഗത്തിലേക്ക് തിരികെ വരാം. നനഞ്ഞു കുതിർന്ന് അവശരായ 100-ൽ പരം കപ്പൽ യാത്രികർ, അവർക്ക് ചുറ്റും അതിൻ്റെ ഇരട്ടി നാട്ടുകാർ. യുദ്ധത്തിൽ കാലാൾപ്പടകൾ നേർക്കുനേരെ കാണുന്ന പ്രതീതി ജനിപ്പിച്ചുവെങ്കിലും രംഗം സാവധാനം ശാന്തമായി. നാട്ടുകാർക്ക് കരക്കടിഞ്ഞ പെട്ടികളിലും മറ്റ് വിലപിടിച്ച വസ്തുക്കളിലുമായിരുന്നു നോട്ടം. ആളുകൾ കൂട്ടം കൂടി പലതും കുത്തിപ്പൊളിച്ചെടുത്തു. അവർക്ക് ഇരുമ്പ് സാധനങ്ങളിലും സിൽക്ക് തുണികളിലുമായിരുന്നു താല്പര്യമുണ്ടായിരുന്നത്. കപ്പലിലുണ്ടായിരുന്നവർക്ക് ഈ കവർച്ച തടയുവാനോ എന്തിന് അങ്ങോട്ടേക്കൊന്ന് നോക്കുവാൻ പോലുമുള്ള ത്രാണിയോ താല്പര്യമോ ഉണ്ടായിരുന്നില്ല. പലരും അവശരായിട്ട് മണലിൽ കമിഴ്ന്നു തന്നെ കിടപ്പായിരുന്നു. കരയിലെത്തി എന്ന് പലർക്കും ഇപ്പോഴും വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. താൻ കൈക്കലാക്കിയ സാധനങ്ങൾക്ക് പകരം എന്നോണം ഒരാൾ നാവികർക്ക് ഒരു കാളയെ കൊണ്ടുവന്നു കൊടുത്തു. അതിനെ കൊന്നു തിന്നോളാനായിട്ട് അയാൾ ആംഗ്യം കാണിക്കുന്നുണ്ട്. പക്ഷേ ഈ നാവികർക്ക് ഇതെങ്ങനെ ചെയ്യണം എന്ന് യാതൊരു പിടിയും ഉണ്ടായിരുന്നില്ല. പകരം കാളയെ കൊന്നു തരുവാൻ വേണ്ടിയിട്ട് അവർ നാട്ടുകാരുടെ ആംഗ്യം കാണിച്ചു. കാര്യം മനസ്സിലാക്കിയ മറ്റൊരാൾ ഒരു നിറത്തോക്കുമായിട്ട് അവിടെ എത്തിയ ശേഷം അത് നാവികരിൽ ഒരാൾക്ക് കൈമാറി. അത് വാങ്ങിയിട്ട് നാവികരിൽ ഒരാൾ ഈ കാളയെ വെടിവെച്ചിട്ടെങ്കിലും അതിനെ അറക്കാനും പാചകം ചെയ്യാനുള്ള ആ ഒരു കരുത്ത് ആർക്കും ഉണ്ടായിരുന്നില്ല. നല്ലവരായ ചില നാട്ടുകാർ അതിനെ അറുത്ത് പാകം ചെയ്യുവാൻ വേണ്ടിയിട്ട് നാവികരുടെ കൂടെ കൂടുവാൻ തയ്യാറായി. മാംസവും തൊലിയും രോമങ്ങളും പണ്ടങ്ങളും ഒരുമിച്ച് തീയിലിട്ട് പാകം ചെയ്യുന്നത് നാവികരാദ്യമായിട്ട് കാണുകയായിരുന്നു. പലർക്കും അത് കണ്ടിട്ട് ഓക്കാനം വന്നെങ്കിലും പുറമേ പ്രകടിപ്പിച്ചില്ല. ആ സമയത്ത് എന്തു തന്നെ കിട്ടിയാലും അവർക്ക് പ്രശ്നമേ ആയിരുന്നില്ല. പാതി വെന്ത മാംസം റോബിൻ ആർത്തിയോടെ കഴിച്ചു. എന്നാൽ ഇവർ തങ്ങളെയും ഇതുപോലെ ചുട്ടു തിന്നുമോ എന്നൊരു ഭയം അവനുണ്ടായിരുന്നു. കാരണം അത്തരം നരഭോജികളുടെ കഥകൾ അമ്മ പറഞ്ഞിട്ട് അവൻ മുമ്പ് തന്നെ കേട്ടിട്ടുണ്ടായിരുന്നു. കേട്ടറിവില്ലാത്ത നാടും നാട്ടുകാരും ജീവിത രീതികളും. എന്താണ് ഇനി സംഭവിക്കാൻ പോവുക എന്ന് ആർക്കും ഒരു ധാരണയും ഉണ്ടായിരുന്നില്ല. ഇതിനിടെ നാട്ടുകാരിൽ ചിലർ അപ്പോഴും കപ്പൽ ഛേദത്തിന് ഇടയിൽ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ തിരയുന്നുണ്ടായിരുന്നു.
കരക്കടിഞ്ഞ സാധനങ്ങൾക്കിടയിൽ റോബിൻ്റെ പെട്ടിയും ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് അവന് തുറന്നു നോക്കിയിട്ട് ഒരു ജോഡി വസ്ത്രങ്ങൾ മാത്രം അതിനകത്തുനിന്ന് എടുക്കുകയും ചെയ്തു. അങ്ങനെ 2 പകലും 2 രാത്രിയും അവർ ഈ വിധത്തിൽ കടൽ തീരത്ത് തന്നെ കഴിഞ്ഞുകൂടി. എന്ത് ചെയ്യണമെന്നും എങ്ങോട്ട് പോകണമെന്നും ആർക്കും ഒരു രൂപവും ഉണ്ടായിരുന്നില്ല. ഡൗഫിൻ തുറമുഖം 60 മൈൽ അകലെയാണ് ഉള്ളത്. അവിടെ ചെന്നാൽ ഒരു പക്ഷേ ഏതെങ്കിലും യൂറോപ്യൻ കപ്പലുകൾ 3, 4, 5 മാസങ്ങൾക്ക് ശേഷം വന്നേക്കാം. എന്നാൽ ഇവിടുത്തെ രാജാവ് ഏത് തരക്കാരനാണ് എന്ന് ധാരണയില്ലാത്തതുകൊണ്ട് തന്നെ ക്യാപ്റ്റൻ ആകെ ചിന്താക്കുഴപ്പത്തിലായി. കാരണം രാജാവിൻ്റെയും നാട്ടുകാരുടെയും സഹായമില്ലാതെ ഇത്രയും ദൂരം അവർക്ക് ഒരിക്കലും സഞ്ചരിക്കാൻ സാധിക്കില്ല. അന്നേ ദിവസം രാത്രി 9 മണിയോടെ നാവികരെല്ലാം തീ കൂട്ടി അതിനു ചുറ്റും ഇരിക്കുന്ന സമയത്ത് അകലെ ഇരുട്ടിൽ നിന്നും ഒരു ശബ്ദം കേട്ട് എല്ലാവരും ഞെട്ടി. ഹലോ എന്ന് ഇംഗ്ലീഷ് ഉച്ചാരണത്തിലുള്ള വിളി കേട്ടിട്ട് ഏവരും ആകാംക്ഷയോടെ ഇരുട്ടിലേക്ക് നോക്കി. അപ്പോഴതാ ഒരു ഇംഗ്ലീഷുകാരൻ ഇരുട്ടിൽ നിന്നും തീക്കരിയിലേക്ക് നടന്നു വരുന്നു. നിങ്ങൾ ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ രാജാവ് എന്നെ പറഞ്ഞയച്ചതാണ്. അയാൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു, തകർന്നുപോയ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കപ്പലിലെ ഹതഭാഗ്യരാണ് തങ്ങളെന്നും ആദ്യം കണ്ട തീരത്തേക്ക് ജീവരക്ഷാർത്ഥം നീന്തി കയറിയതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ആരൊക്കെയോ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു വെച്ചു. ഭയക്കേണ്ടതായി ഇവിടെ ഒന്നുമില്ല എന്ന് രാജാവ് പറഞ്ഞിട്ടുണ്ട് എന്നയാൾ പറഞ്ഞപ്പോൾ തിങ്ങി നിറഞ്ഞു നിന്നിരുന്ന ഭയത്തിന്റെ അന്തരീക്ഷം ഒരു നിമിഷം കൊണ്ട് അലിഞ്ഞില്ലാതെ പോയി. അതുമാത്രമല്ല, അടുത്ത ദിവസം നിങ്ങളെ കാണുവാൻ വേണ്ടിയിട്ട് രാജാവ് നേരിട്ട് ഇങ്ങോട്ടേക്ക് വരികയും ചെയ്യുന്നുണ്ട്. അയാൾ പറഞ്ഞത് കേട്ട് ആകാംക്ഷയോടെ ക്യാപ്റ്റൻ ഒറ്റ ശ്വാസത്തിൽ ചോദിച്ചു, ഇത് ഏത് നാടാണ്? ഇവിടുത്തെ രാജാവ് എങ്ങനെയാണ്? അല്ല, നിങ്ങളാരാണ്? എങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടത്? എല്ലാവരും അറിയുവാൻ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളായിരുന്നു അത്. ഇത് കേട്ട അയാൾ പതുക്കെ തീക്കുണ്ടത്തിൻ്റെ അരികിലേക്ക് ചേർന്നിരുന്നു. സകലരും കഥ കേൾക്കുവാനുള്ള ആവേശത്തിനുപരി തങ്ങളുടെ ഭാവി എന്താകും എന്നറിയാനുള്ള വ്യഗ്രതയിൽ അയാൾക്ക് ചുറ്റിനും വട്ടം കൂടി നിന്നു. അങ്ങനെ അയാൾ തൻ്റെ കഥ പറയുവാൻ തുടങ്ങി. അയാൾ എങ്ങനെ ഈ ദ്വീപിൽ കുടുങ്ങിപ്പോയി എന്നുള്ള കഥ അയാൾ തന്നെ പറയുന്ന രീതിയിൽ നിങ്ങൾക്കും കേൾക്കാം. ഞാനൊരു ഇംഗ്ലീഷുകാരനാണ്. നന്നേ ചെറുപ്പത്തിൽ തന്നെ കപ്പൽ യാത്ര തുടങ്ങിയതുകൊണ്ട് തന്നെ വെസ്റ്റ് ഇൻഡീസ് ഉൾപ്പെടെ പല ദ്വീപുകളിലും സഞ്ചരിക്കുവാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഈസ്റ്റ് ഇൻഡീസിലേക്ക് പോകുവാൻ വേണ്ടിയിട്ട് ഇതുവഴി വന്ന വരുന്ന വഴിയിൽ ഞങ്ങളുടെ കടൽ കൊള്ളക്കാർ ആക്രമിച്ചു. ഈ ദ്വീപിൽ നിന്നും ഏതാണ്ട് 350 മൈൽ കിഴക്ക് മാറി നടുക്കടലിലായിരുന്നു ഞങ്ങൾ ആ സമയത്ത് ഉണ്ടായിരുന്നത്. കപ്പലിലെ വിലയുള്ള സകല സാധനങ്ങളും കൊള്ളയടിച്ച ശേഷം ഞാൻ ഉൾപ്പെടെ 10ഓളം ചെറുപ്പക്കാരെ അവർ തടവുകാരായിട്ട് പിടിച്ചു. അതിനുശേഷം കപ്പൽ സ്വതന്ത്രമാക്കി വിടുകയും ചെയ്തു. ഞങ്ങളെ അടിമപ്പണി ചെയ്യിപ്പിച്ചിട്ട് കൊള്ളക്കാരാക്കി വളർത്തിയെടുക്കുവാൻ വേണ്ടിയിട്ടായിരുന്നു അവർ തടവുകാരാക്കിയത്. വേറൊരു മാർഗവും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ അവരോടൊപ്പം ചേർന്നു. പക്ഷേ കുറേ കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് മടുത്തു തുടങ്ങി. എങ്ങനെയും രക്ഷപ്പെടണം എന്ന ആഗ്രഹം എൻ്റെ ഉള്ളിൽ ഉടലെടുത്തു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അവർ ഈ ദ്വീപിലെ കിഴക്കൻ തീരത്ത് കപ്പലടുപ്പിച്ചു. ചെറിയൊരു വിശ്രമം, പിന്നെ തീരാറായിട്ടുള്ള ആഹാര സാധനങ്ങൾ സംഭരിക്കൽ, ഇതായിരുന്നു പ്രധാന ലക്ഷ്യം. പാറക്കൂട്ടങ്ങൾ കാരണം കപ്പൽ തീരത്തോട് കൂടുതൽ അടുപ്പിച്ചിരുന്നില്ല. നാട്ടുകാർ ചെറുവഞ്ചികളിൽ സാധനങ്ങളുമായിട്ട് കപ്പലിന് സമീപം വരും. അരി, പഴങ്ങൾ, പാല്, തേന്, ഇതൊക്കെയായിരുന്നു ഇത്തരം തോണികളിൽ സാധാരണ ഉണ്ടാവുക. ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ബുദ്ധി പ്രവർത്തിച്ചു തുടങ്ങി. 2 ദിവസം തീരെ അവശനായതായിട്ട് ഞാൻ അഭിനയിച്ചു. എനിക്ക് എഴുന്നേറ്റ് നിൽക്കുവാനോ നടക്കുവാനോ സാധിക്കില്ല എന്ന് സഹനാവികർ ക്യാപ്റ്റനെ ബോധ്യപ്പെടുത്തി. കരയിലെ കാറ്റ് കൊണ്ടാൽ കുറച്ച് ആശ്വാസം ലഭിക്കുമെന്ന് ഒരു വിധത്തിൽ ക്യാപ്റ്റനെ ധരിപ്പിക്കുവാനായിട്ട് എനിക്ക് കഴിഞ്ഞു. അയാളുടെ അനുവാദം കിട്ടിയതോടെ ഞാൻ ഉടൻ തന്നെ എഴുന്നേറ്റ് വസ്ത്രം ധരിച്ചു. പോക്കറ്റുകളിൽ കഴിയാവുന്നത്ര സ്വർണവും മറ്റ് വിലപിടിച്ച വസ്ത്രങ്ങളും ആരും അറിയാതെ കുത്തിത്തിരികി. അങ്ങനെ ഒരു തോണിയിൽ 2 ദിവസത്തേക്ക് എന്നെ അവർ കരയിൽ കൊണ്ടിറക്കി. പരിചയമില്ലാത്ത ഒറ്റപ്പെട്ട ഈ ദ്വീപിൽ എനിക്കൊന്നും ചെയ്യാനാവില്ല എന്നാണ് അവർ ധരിച്ചത്. പക്ഷെ ഞാൻ പെട്ടെന്ന് തന്നെ നാട്ടുകാരുമായിട്ട് സൗഹൃദത്തിലായി. ദിവസങ്ങൾക്ക് ശേഷം എന്നെ കൂട്ടുവാൻ വന്നവരോട് ഞാനിനി തിരികെ കപ്പലിലേക്ക് വരുന്നില്ല എന്ന് ധൈര്യപൂർവ്വം പറയാനായിട്ട് എനിക്ക് സാധിച്ചു. എനിക്കിനി കടൽയാത്ര സാധ്യമാവില്ലെന്ന് കൂട്ടാൻ വന്നവരെ എനിക്ക് വിശ്വസിപ്പിക്കാനും സാധിച്ചു. എനിക്ക് വേണ്ടി കരയിലിറങ്ങി നാട്ടുകാരോട് യുദ്ധം ചെയ്യാനായിട്ട് അവർ മുതിരില്ല എന്ന് ഉറപ്പായിരുന്നു. എന്തായാലും അവർ പിന്നീട് ഒരിക്കലും എന്നെ അന്വേഷിച്ചിട്ട് ആ തീരത്ത് വന്നതേയില്ല. അങ്ങനെ ആ കൊള്ളക്കാരുടെ പിടിയിൽ നിന്നും ഞാൻ രക്ഷപ്പെട്ടു. ഇവിടെ താമസമാക്കി 3 മാസങ്ങൾ കഴിഞ്ഞ ഒരു ദിവസം തീരത്ത് നിൽക്കുമ്പോൾ അകലേക്ക് പോയി മറയുന്ന ഒരു കപ്പലും തീരത്തേക്ക് തുഴഞ്ഞെടുക്കുന്ന 2 ബോട്ടുകളും ഞാൻ കണ്ടു. എനിക്ക് കാര്യം പിടികിട്ടി. ആ കപ്പൽ കൊള്ളക്കാർ പിടിച്ചെടുത്തിട്ട് ക്യാപ്റ്റനെയും കൂട്ടരെയും വഞ്ചിയിലിറക്കി വിട്ടതാണ്. ക്യാപ്റ്റൻ ട്രൂമോണ്ട്, ക്യാപ്റ്റൻ സ്റ്റീവർട്ട് എന്നിവരും അവരുടെ കൂടെ 4 പേരുമായിരുന്നു കരയിൽ അടുത്തത്. ഇത് 1702 നടന്നത്. സ്കോട്ട്ലൻഡുകാരനായിരുന്ന ട്രൂമോണ്ട് സ്പീഡി റിട്ടേൺ എന്ന കപ്പലിൻ്റെ കപ്പിത്താനായിരുന്നു. 3 ദിവസങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം ഈ തീരത്ത് നങ്കൂരമിട്ടത്. പറ്റിയ സമയം നോക്കിയിട്ട് ഒരു കൂട്ടം കൊള്ളക്കാർ കപ്പൽ പിടിച്ചെടുക്കുകയും ക്യാപ്റ്റനെയും കൂട്ടുകാരെയും ഒരു തോണിയിൽ കയറ്റി ഇറക്കി വിടുകയുമായിരുന്നു. ക്യാപ്റ്റൻ അലക്സാണ്ടർ സ്റ്റീവർട്ട് എന്ന് പറഞ്ഞ 2ാമത്തെ ആൾ കണ്ടന്റ് എന്ന് പറഞ്ഞ മറ്റൊരു കപ്പലിൻ്റെ കപ്പിത്താനായിരുന്നു. അദ്ദേഹത്തിനും ട്രൂമോണ്ടിൻ്റെ അതേ വിധി തന്നെയാണ് സംഭവിച്ചത്. ഇവർ 2 പേരും ഒരുമിച്ച് ഒരു വിധത്തിൽ രക്ഷപ്പെട്ട് തീരത്തേക്ക് അണയുന്ന കാഴ്ചയാണ് ഞാൻ കണ്ടത്. ഈ 2 ക്യാപ്റ്റന്മാരും ദ്വീപിൽ എത്തിച്ചേരുന്നതിന് മുമ്പേ എനിക്ക് മറ്റ് 2 സുഹൃത്തുക്കളെ കൂടി ഈ ദ്വീപിൽ നിന്നും ലഭിച്ചിട്ടുണ്ടായിരുന്നു.
കടൽക്കൊള്ളക്കാരുടെ വിഹാര കേന്ദ്രമായിരുന്ന സെന്റ് മേരി ദ്വീപിൽ നിന്നും രക്ഷപ്പെട്ട ഡൂഡേ എന്ന് പറഞ്ഞ ഒരു ഇംഗ്ലീഷുകാരനും അദ്ദേഹത്തിന്റെ ഭാര്യയുമായിരുന്നു അത്. എന്തായാലും അവരും സന്തോഷത്തോടു കൂടി തന്നെ പുതുതായിട്ട് എത്തിയ ആളുകളെ സ്വീകരിച്ചു. എന്നെപ്പോലെ തന്നെ ആ ദമ്പതികൾക്കും മലഗാസി ഭാഷ കൈകാര്യം ചെയ്യുവാനായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു അനുഗ്രഹമായി. തന്റെ കപ്പൽ നഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ ഈ ക്യാപ്റ്റൻ ട്രൂമോണ്ട് അതീവ ദുഃഖിതനായിരുന്നു. അദ്ദേഹത്തിന് എത്രയും വേഗം ഈ ദ്വീപിൽ നിന്നും പോകണം എന്ന് വാശിയും ഉണ്ടായിരുന്നു. സെയിന്റ് അഗസ്റ്റിൻ ഉൾക്കടലിൽ എങ്ങനെയും എത്തിപ്പെട്ടാൽ നാട്ടിലേക്കുള്ള ഏതെങ്കിലും ഒരു കപ്പലിൽ കയറിപ്പറ്റാം എന്ന് അദ്ദേഹം കൂടെ പറയുന്നുണ്ടായിരുന്നു. ചരക്കുകൾ വിൽക്കുവാനും വാങ്ങിക്കുവാനുമായിട്ട് ധാരാളം കപ്പലുകൾ അടുക്കുന്ന സ്ഥലമാണ് സെയിന്റ് അഗസ്റ്റിൻ. മഡഗാസ്കർ ദ്വീപിന്റെ പടിഞ്ഞാറെ തീരം വഴി പോകുന്ന കപ്പലുകൾ ശുദ്ധജലത്തിനായിട്ട് എത്തിയിരുന്നതും സെയിന്റ് അഗസ്റ്റിൻ തുറമുഖത്തേക്കാണ്. തൻ്റെ കൂടെ അങ്ങോട്ടേക്ക് വരുന്നോ എന്ന് ട്രൂമോണ്ട് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും മറ്റുള്ള ആളുകളെല്ലാം, ഞാൻ ഉൾപ്പെടെയുള്ള മറ്റുള്ള ആളുകളെല്ലാം ഒന്നും ആലോചിക്കാതെ തന്നെ അതിന് തയ്യാറായി. അടുത്ത ഒരാഴ്ചയ്ക്കുള്ളിൽ യാത്രയ്ക്കുള്ള സകല കാര്യങ്ങളും തയ്യാറായി. അതിനായിട്ട് ഞങ്ങൾ ആദ്യമേ തന്നെ ക്യാപ്റ്റനും സംഘവും വന്ന ബോട്ട് കേടുപാടുകൾ തീർത്ത് പണിതിറക്കി. അരിയും ശുദ്ധജലവും പോത്തിറച്ചിയും തീ കൂട്ടുവാനുള്ള സാമഗ്രികളും മറ്റും അതിൽ സംഭരിച്ചു. ഒരു ആഫ്രിക്കൻ വംശജൻ ഉൾപ്പെടെ 10 പേരാണ് യാത്രയ്ക്ക് തയ്യാറായി ആ ബോട്ടിൽ കയറിക്കൂടിയത്. ആദ്യമൊക്കെ കാറ്റ് അനുകൂലമായതുകൊണ്ട് തന്നെ തെക്കോട്ടേക്ക് തീരത്തോട് ചേർന്ന് യാത്ര ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു. നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്ന അതേ പാതയിലൂടെ തന്നെയാണ് ബോട്ടിൽ ഞങ്ങളും സഞ്ചരിച്ചത്. പക്ഷേ കാലാവസ്ഥ പൊടുന്നതിനെ തകിടം മറിഞ്ഞു. ശക്തമായ കാറ്റിൽ പാറക്കൂട്ടത്തിൽ ഇടിച്ചു ചേർന്ന ബോട്ടിൽ നിന്നും ഒരു വിധത്തിൽ രക്ഷപ്പെട്ട് ഞങ്ങളെല്ലാവരും ഈ തീരത്തു നിന്നും ഏതാണ്ട് 14 മൈൽ അകലെ മറ്റൊരു സ്ഥലത്ത് നീന്തിക്കയറി. തോക്കുകളും വെടിമരുന്നും പണവും ഒക്കെ രക്ഷിക്കാനായെങ്കിലും ഞങ്ങളുടെ ബോട്ട് തകർന്ന് തരിപ്പണമായിപ്പോയി. തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു ഗ്രാമത്തിൽ നിന്നും ആളുകൾ ഞങ്ങളെ സഹായിക്കാനെത്തി. അവരുടെ ഭാഷ വലിയ വശമുണ്ടായിരുന്നില്ല എങ്കിലും കൂട്ടത്തിൽ ഒരു നാട്ടുകാരൻ ഞങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ അവർ ഞങ്ങളോട് കൂടുതൽ അടുത്തു. വെള്ളക്കാരെ ഇതിനു മുമ്പ് അവർ നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല. നല്ലവരായ നാട്ടുകാർ ഞങ്ങൾക്ക് ആഹാരവും വസ്ത്രങ്ങളും നൽകി. അങ്ങനെ വീണ്ടും കുടിലുകൾ നിർമ്മിച്ച് ഞങ്ങൾ മറ്റൊരു ജീവിതം ആരംഭിച്ചു. പക്ഷെ അപ്പോഴേക്കും ഇവിടുത്തെ രാജാവ് ഒരു കൂട്ടം വെള്ളക്കാർ തീരത്തണഞ്ഞിട്ടുണ്ട് എന്ന് വാർത്ത അറിഞ്ഞു. ഞങ്ങളെ പിടികൂടുവാൻ വേണ്ടിയിട്ട് 50ഓളം പടയാളികളെ അദ്ദേഹം അങ്ങോട്ടേക്ക് അയച്ചു. അവരുടെ കയ്യിൽ തോക്കുകളും നാടൻ കുന്തങ്ങളും ഉണ്ടായിരുന്നു. കൂടെ പോകാതിരിക്കാനായിട്ട് പല വിദ്യകളും ആലോചിച്ചെങ്കിലും അതൊന്നും നടപ്പിലായില്ല. ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന 1-2 തോക്കുകൾ പ്രയോഗിക്കുന്നത് മണ്ടത്തരമായേക്കാം എന്ന് കരുതിയിട്ട് അത് ചെയ്തില്ല. കാരണം അവരെ എണ്ണത്തിൽ ഒരുപാട് കൂടുതലാണ്. പ്രശ്നമുണ്ടായാൽ ഇനിയും പടയാളികൾ വന്നേക്കാം. സെയിന്റ് അഗസ്റ്റിൻ ഉൾക്കടലിലേക്ക് ഇനിയും വളരെയധികം ദൂരം ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ ഇവിടം വിട്ട് ഡൗഫിൻ തുറമുഖത്തേക്ക് പൊയ്ക്കോളാം എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞു നോക്കി. പക്ഷേ അതൊന്നും അവർ ചെവി കൊണ്ടില്ല. ഒടുവിൽ ട്രൂമോണ്ട് അവരുടെ കൂടെ പോകുവാൻ തന്നെ തീരുമാനിച്ചു. 3 ദിവസങ്ങൾ നടന്ന് അവരുടെ കൂടെ ഞങ്ങൾ രാജാവ് താമസിക്കുന്ന സ്ഥലത്ത് എത്തിച്ചേർന്നു. ഞങ്ങൾ അദ്ദേഹത്തെ കാണുമ്പോഴേക്കും ഇവിടുത്തെ പ്രത്യേകതരം പാനീയമായിട്ടുള്ള ടോക്ക്, വെള്ളവും തേനും ഒക്കെ ചേർത്ത ഒരുതരം മദ്യമാണ്, അത് കുടിച്ച് വിശ്രമിക്കുകയായിരുന്നു അദ്ദേഹം. രാജാവിൻ്റെ മക്കളും രാജ്യത്തെ പ്രധാനികളും അദ്ദേഹത്തിന് ചുറ്റിനുമുണ്ടായിരുന്നു. എല്ലാവരും ചിരിച്ചുകൊണ്ടാണ് ഞങ്ങളെ സ്വീകരിച്ചത്. രാജാവ് ട്രൂമോണ്ടിന് മദ്യം നൽകിയെങ്കിലും തനിക്ക് അസുഖമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ക്യാപ്റ്റൻ അത് നിരസിച്ചു. ഞങ്ങളെ ഏതെങ്കിലും തുറമുഖത്തേക്ക് പറഞ്ഞു വിടണമെന്നും എല്ലാവരും തന്താങ്ങളുടെ നാടിനെ ഓർത്ത് അതീവ ദുഃഖിതരാണെന്നും ഞാൻ എനിക്കറിയാവുന്ന ഭാഷയിൽ രാജാവിനെ അറിയിച്ചു. അപ്പോഴാണ് ഞങ്ങൾക്ക് രാജാവിൻ്റെ ശരിക്കുള്ള ഉള്ളിലിരിപ്പ് മനസ്സിലായത്. ദ്വീപിലെ മറ്റു രാജാക്കന്മാരുടെ കൂടെയും അനേകം വെള്ളക്കാർ താമസിക്കുന്നുണ്ട്. കൂടുതൽ വെള്ളക്കാർ കൂടെയുള്ള രാജാവ് ശക്തനും കുലീനനുമാണ് എന്നാണ് വെപ്പ്. അതുകൊണ്ട് തന്നെ അവർ യുദ്ധങ്ങളിൽ വിജയിക്കുന്നു. ഞങ്ങളെ ദൈവം അങ്ങോട്ടേക്ക് പറഞ്ഞയച്ചതാണ് എന്നാണ് രാജാവ് കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളെ വിട്ടയക്കുന്നത് ദൈവകോപം ഉണ്ടാക്കുന്നതാണ് എന്നാണ് അയാൾ കരുതുന്നത്. അവസാനം രാജാവ് ക്യാപ്റ്റനോട് തീർത്തു പറഞ്ഞു, ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഇവിടെ നിന്നും പോകാമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഇത് കേട്ട ട്രൂമോണ്ട് കോപം കൊണ്ട് ചാടി എഴുന്നേറ്റ് എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇവനോട് പറയുക, നിർഭാഗ്യം ഒന്നുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഈ നശിച്ച ദ്വീപിൽ എത്തിച്ചേർന്നത്, അല്ലാതെ ഇവൻ്റെ ദൈവം കാരണമൊന്നുമല്ല. നമ്മളെ കുടുക്കിയിടാനായിട്ട് ഏതെങ്കിലും വിദ്യകൾ പ്രയോഗിച്ചു കഴിഞ്ഞാൽ ഇവനെ ഞാൻ നേരെ അവൻ്റെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പറഞ്ഞു വിടും. ഞാൻ ഇപ്പോൾ തന്നെ ഇത്തരം 1-2 എണ്ണത്തിൻ്റെ കഥ കഴിച്ചിട്ടുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് ക്യാപ്റ്റൻ ശരവേഗത്തിൽ പുറത്തേക്ക് പോയി. ഞാൻ എന്താണ് രാജാവിനോട് പറയേണ്ടത് എന്നോർത്ത് സ്തബ്ധനായി നിന്നുപോയി. രാജാവിൻ്റെ ചോദ്യത്തിന് കാത്തു നിൽക്കാതെ ഞാനും സൂത്രത്തിൽ അവിടെ നിന്നും പുറത്തു കിടന്നു. ക്യാപ്റ്റന് നീരസമായി എന്ന് മനസ്സിലാക്കിയ ഈ രാജാവ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വലിയ കാളയെ അറുത്ത ശേഷം കൊടുത്തയച്ചു. പിന്നീടുള്ള പല ദിവസങ്ങളിലും ഇത് ആവർത്തിച്ചു. താമസിക്കുന്ന സ്ഥലത്ത് പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നുവെങ്കിലും ഞങ്ങൾക്ക് പുറത്തു പോകുവാനായിട്ട് അനുവാദം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ദിവസം ട്രൂമോണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഇംഗ്ലീഷുകാരൻ്റെ ഭാര്യയുടെ കയ്യിൽ കുറെ സമ്മാനങ്ങൾ രാജാവിന് കൊടുത്തയച്ചു. ഞങ്ങൾക്ക് തരുന്ന സകല സഹായങ്ങൾക്കും അവർ രാജാവിനെ നന്ദി അറിയിച്ചു. പക്ഷേ ഞങ്ങൾക്ക് ഏറ്റവും ആവശ്യം ഇവിടെ നിന്ന് പോകാനുള്ള, ഇവിടെ സ്വതന്ത്രമായിട്ട് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് എന്ന് അവർ രാജാവിനെ ഓർമ്മിപ്പിക്കുകയും ചെയ്തു. എന്തിനാണ് ഈ സ്ത്രീയെ സമ്മാനമൊക്കെ ആയിട്ട് ഒരുക്കി കെട്ടിയിട്ട് ഈ രാജാവിൻ്റെ അരികിലേക്ക് പറഞ്ഞയച്ചത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ ഏതാണ്ട് 2 ആഴ്ചയോളം ഇത്തരത്തിൽ ഞങ്ങൾ അവിടെ കഴിച്ചു കൂട്ടി. പക്ഷേ ക്യാപ്റ്റൻ ട്രൂമോണ്ട് വെറുതെ ഇരുന്നില്ല. രക്ഷപ്പെടുവാൻ വേണ്ടിയിട്ട് പല പദ്ധതികൾ അദ്ദേഹം ആസൂത്രണം ചെയ്യുന്നുണ്ടായിരുന്നു. ഡൗഫിൻ തുറമുഖത്തേക്ക് ഇവിടെ നിന്നും ഏതാണ്ട് 5 ദിവസത്തെ യാത്ര കാണുമെന്ന് അദ്ദേഹം കണക്ക് കൂട്ടി.
ആയുധങ്ങളുമായിട്ട് 2 തോക്കുകൾ മാത്രമായിരുന്നു അപ്പോൾ കൈവശമുണ്ടായിരുന്നത്. ബാക്കിയെല്ലാം നാട്ടുകാർ കൈവശപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കയ്യിലെടുക്കാനായിട്ട് സാധിക്കുന്ന അവശ്യ സാധനങ്ങളൊക്കെ ആയിട്ട് നിലാവുള്ള ഒരു രാത്രിയിൽ ആരും കാണാതെ ഞങ്ങൾ അവിടം വിട്ടു. മരങ്ങൾ തിങ്ങി നിറഞ്ഞ പാതയിലൂടെയായിരുന്നു ഞങ്ങളുടെ യാത്ര. പക്ഷേ നേരം പുലർന്നു കഴിഞ്ഞപ്പോഴേക്കും കാര്യം മനസ്സിലാക്കിയ രാജാവ് ഞങ്ങളെ പിടികൊടുവാൻ വേണ്ടിയിട്ട് സൈനികരെ പുറകെ വിട്ടു. ചെരുപ്പില്ലാതെ നടക്കുന്ന നാട്ടുകാരിൽ നിന്നും ബൂട്ടുകളിട്ട് നടക്കുന്ന ഞങ്ങളുടെ വഴി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് പ്രയാസമൊന്നും ഉണ്ടായില്ല. പിറ്റേ ദിവസം രാത്രിക്ക് മുമ്പ് അവർ ഞങ്ങളെ കണ്ടെത്തുക തന്നെ ചെയ്തു. ഞങ്ങൾ നിസ്സഹായരായിരുന്നു. പ്രതിരോധിക്കാനായിട്ട് തക്ക ആയുധബലമോ അംഗബലമോ ഞങ്ങൾക്കുണ്ടായിരുന്നില്ല. സൈനികരും പക്ഷേ ആക്രമണത്തൊന്നും മുതിർന്നില്ല. തിരികെ രാജാവിൻ്റെ അരികിലേക്ക് മടങ്ങണം എന്ന് അവർ പറഞ്ഞു. എന്നാൽ മടങ്ങാൻ മനസ്സില്ല എന്ന് ഈ ട്രൂമോണ്ട് അവരെ അറിയിച്ചു. ക്യാപ്റ്റന് വഴങ്ങുന്നില്ല എന്ന് കണ്ടപ്പോഴേക്കും അവർ അടുത്ത തന്ത്രം പ്രയോഗിച്ചു. ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാളെ ബലമായിട്ട് പിടിച്ചു കെട്ടുവാൻ വേണ്ടിയിട്ട് അവർ ഉരുമ്പെട്ടു. അയാളാവട്ടെ തൻ്റെ കയ്യിലിരുന്ന തോക്കെടുത്തിട്ട് അലക്ഷ്യമായിട്ട് വെടിവെക്കുകയും ഒരു സൈനികനെ പരിക്കേൽപ്പിക്കുകയും ചെയ്തു. കാര്യങ്ങൾ കൈവിട്ടു പോയെന്ന് തോന്നിയെങ്കിലും പടയാളികൾ അപ്പോഴും ആക്രമണത്തിനൊന്നും മുതിർന്നില്ല. പകരം ഞങ്ങളുടെ എല്ലാവരുടെയും കൈകൾ കൂട്ടിക്കെട്ടിയിട്ട് കണ്ണുകൾ മൂടിയ ശേഷം വിശദമായ ദേഹ പരിശോധന അവർ നടത്തി. ഭാഗ്യത്തിന് വേറെ തോക്കുകളൊന്നും അവിടെ ശ്രദ്ധയിൽപ്പെട്ടില്ല. അധികം വൈകാതെ തന്നെ ഞങ്ങളെയെല്ലാം പിടിച്ചു കെട്ടി അവർ വീണ്ടും രാജാവിൻ്റെ മുന്നിൽ കൊണ്ടെത്തിച്ചു. ഇനി ഇതുപോലൊരു ശ്രമം നടത്തിയാൽ അനുഭവം മറിച്ചായിരിക്കുമെന്ന് ക്രൂധനായ രാജാവ് ട്രൂമോണ്ടിനെ ഓർമ്മിപ്പിച്ചു. എന്തായാലും കടുത്ത ശിക്ഷകളൊന്നും തരാതെ ഞങ്ങളെ വീണ്ടും തലസ്ഥാനത്ത് കൊണ്ടുവന്ന് പാർപ്പിച്ചിരിക്കുകയാണ് ഇപ്പോഴും. 2 മാസം മുമ്പാണ് ഇതൊക്കെ സംഭവിച്ചത്. അതിനുശേഷം ഇന്നലെ വരെയും ഈ രാജ്യത്ത് പ്രത്യേകിച്ചൊന്നും സംഭവിച്ചിരുന്നില്ല. ഒരു ദിവസം മുമ്പാണ് നിങ്ങൾ തീരത്തെത്തിയ വിവരം രാജാവ് അറിയുന്നത്. ഞാനാവട്ടെ ഇതിനോടകം പല പഞ്ചാര വാക്കുകളൊക്കെ പറഞ്ഞിട്ട് അയാളെ കയ്യിലെടുത്ത് വെച്ചിരിക്കുകയാണ്. ഞാൻ ഇനി ഒരിക്കലും ഓടിപ്പോകില്ല എന്നാണ് അദ്ദേഹം ഇപ്പോഴും കരുതുന്നത്. അതുകൊണ്ടാണ് എന്നെ മാത്രം വിശ്വസിച്ച് അയാൾ നിങ്ങളുടെ അരികിലേക്ക് പറഞ്ഞയച്ചത്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ ഇതുവരെയും അനുഭവിച്ച ദുരന്തങ്ങൾ. ഇനി മുതൽ നിങ്ങളും ഇതൊക്കെ പങ്കുവെക്കേണ്ടി വരും എന്നതാണ് എൻ്റെ ആശങ്ക. അങ്ങനെ സാം എന്ന് പറഞ്ഞ ആ ഇംഗ്ലീഷുകാരൻ തൻ്റെ കഥ പറഞ്ഞു നിർത്തി. കരിയിലെ അനങ്ങിയാൽ കേൾക്കാം, അത്രത്തോളം നിശബ്ദമായിരുന്നു അപ്പോൾ അവിടെ ഉണ്ടായിരുന്നത്. നാവികരുടെ കൂട്ടത്തിൽ ചിലരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് റോബിൻ കാണുന്നുണ്ടായിരുന്നു. നാട് ഇനിയൊരു സ്വപ്നം മാത്രമായേക്കാം. അവസാനം സാം ഇതുകൂടി അങ്ങ് പറഞ്ഞു നിർത്തി. നിങ്ങളെ കാണുവാൻ വേണ്ടിയിട്ട് രാജാവ് തന്നെ നേരിട്ട് നാളെ രാത്രി ഇവിടെ എത്തും. അന്നത്തെ രാത്രി ഉറങ്ങുവാനായിട്ട് ആർക്കും സാധിച്ചില്ല. ഈ ദ്വീപിൽ മരണം വരെയും കഴിയേണ്ടി വരും എന്ന് പലരും അടക്കം പറഞ്ഞു. റോബിനാവട്ടെ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. അമ്മ മുട്ടിൽ നിന്നുകൊണ്ട് കൈകൂപ്പി കടലിലേക്ക് പോകരുതേ എന്ന് യാചിക്കുന്ന രംഗം ഒരു നീറ്റലായിട്ട് അവൻ്റെ മനസ്സിൽ പുകഞ്ഞുകൊണ്ടിരുന്നു. അവൻ കാണിച്ച തെറ്റ് വളരെ വൈകിയാണെങ്കിലും റോബിൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴും അതുകൊണ്ട് എന്ത് പ്രയോജനം? വിധി എന്തു തന്നെയാണെങ്കിലും സധൈര്യം നേരിടുക. 17 വയസ്സ് മാത്രമുണ്ടായിരുന്ന റോബിൻ എന്ന റോബർട്ട് ഡ്രൂറിക്ക് മറ്റൊന്നും ചെയ്യുവാനുണ്ടായിരുന്നില്ല. തുടർന്നുള്ള സംഭവങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇതുവരെയും ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ ചെയ്യുക. കാരണം എൻ്റെ എഴുത്തുകൾ പൂർണ്ണമായും അവിടെയാണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കൂടാതെ നമ്മുടെ പുതിയ ബുക്കിൻ്റെ കാര്യം ഒന്നുകൂടി പറയുകയാണ്. സ്വർണ്ണനഗരം തേടി എന്ന പുസ്തകം ഫ്രാൻസിസ്കോ ഒറിയാനയുടെ ആമസോൺ എക്സ്പെഡീഷൻ്റെ കഥയാണ്. ബുക്കിൻ്റെ ഹാർഡ് കോപ്പി ആമസോണിലും മാതൃഭൂമി ബുക്ക് സ്റ്റാളിലും ലഭിക്കും. ഇന്ത്യക്ക് പുറത്തുള്ളവർക്ക് ആമസോണിൽ നിന്നും ഈ ബുക്ക് വാങ്ങി മൊബൈലിലോ ടാബിലോ വായിക്കാവുന്നതാണ്. ജൂലിയസ് മാനുവൽ എന്ന ഇതേ സ്പെല്ലിങ്ങിൽ ആമസോണിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ പുസ്തകങ്ങളെല്ലാം നിങ്ങൾക്ക് കാണുവാനും വാങ്ങിക്കുവാനും സാധിക്കും. കൂടാതെ ലയൺ കില്ലർ എന്ന മറ്റൊരു ഇ ബുക്ക് കൂടി ആമസോണിൽ ലഭ്യമാണ്. പിന്നെ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ നിക്ഷേപ അവസരത്തെക്കുറിച്ച് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. ജൂലൈ 14 വരെയാണ് നിങ്ങൾക്ക് ആ NFOയിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് അവസരം ഉണ്ടായിരിക്കുക. സമയം കുറവാണ്. ലിങ്ക് കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അതിൽ പോയി കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ സ്ക്രീനിൽ ഇപ്പോൾ കാണുന്ന ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്താലും മതി. നന്ദി, നമസ്കാരം.